നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ചതിന് പിന്നാലെ ഉയർന്നതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം. എല്ലാം ഭദ്രമെന്ന് നമ്മൾ കരുതിയിരുന്ന നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ്, ഹോസ്റ്റൽ വരെയുള്ള സ്ഥാപനങ്ങളിൽ തകരാൻ പാകത്തിൽ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥ വാർത്തകളിൽ നിറഞ്ഞു. ഇതോടെ മന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം കൂടുതൽ കടുപ്പിച്ചു. വകുപ്പിൽ വീഴ്ച വന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുക എന്ന രാഷ്ട്രീയ കീഴ്വഴക്കമുണ്ട്. പ്രതിപക്ഷം എത്ര കടുപ്പത്തിൽ ആവശ്യപ്പെട്ടാലും രാജി വെക്കാതിരിക്കുക എന്ന കീഴ്വഴക്കവും ഉണ്ട്. ഇത് പക്ക രാഷ്ട്രീയ വിഷയമാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്നത് പ്രതിപക്ഷ രീതിയും രാജി വെക്കാതിരിക്കുക എന്നത് ഭരണപക്ഷ രീതിയുമായി മാറിയിട്ട് കാലമേറെയായി. മന്ത്രി രാജിവെക്കുന്നോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനമല്ലേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന വീഴ്ചകളിൽ ശരിയുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നത്. ഒപ്പം പ്രതിപക്ഷം പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കപ്പെടണം. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. രാജി ആവശ്യം തള്ളിയാലും അത് പാലിക്കാനായാൽ ഏതു സർക്കാരായാലും ജനപിന്തുണ കിട്ടും. അത്തരമൊരു മാറ്റമല്ലേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലും വേണ്ടത്? മന്ത്രിയുടെ രാജിയാണോ പരിഹാരം എന്നതാണ് ഇന്നത്തെ വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരേ വിഷയം തന്നെ മാറിയും തിരിഞ്ഞുമൊക്കെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലാണ് കേരളം. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത് ഇപ്പോഴും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുവേദി വീണ്ടും ഈ വിഷയം തന്നെ എടുക്കുന്നത്. രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം കടുപ്പിക്കുന്നു. ഇന്നും കേരളത്തിൻ്റെ തെരുവുകളിലാകെ യൂത്ത് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പല സമരങ്ങൾ നടന്നു. രാജി ആവശ്യം പൂർണ്ണമായും സർക്കാർ തള്ളുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ രാജിക്കൊക്കെ അപ്പുറത്തേക്ക് ഈ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണോ പ്രധാനം? സാറേ, മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നത് ആശുപത്രികളാണ്, അതായത് ആരോഗ്യ മേഖലയാണ്. അപ്പോ അത് കൈകാര്യം ചെയ്യുന്ന ആള് വളരെ മേല് നിറച്ചും കണ്ണു വേണം, വളരെ ശ്രദ്ധിച്ചിട്ട് ആയിരിക്കണം. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഗതി ചെയ്യുന്ന ആ പൊസിഷനിൽ നിൽക്കുന്ന ആൾ അത്രയും ടാലന്റഡും എല്ലാം കൊണ്ടും നല്ലതായിരിക്കണം. അത് ഏത് പാർട്ടി ഭരിച്ചാലും വളരെ ശ്രദ്ധിക്കണം. വളരെ മോന്തായം വളഞ്ഞാൽ 64 വളയെന്ന് പറഞ്ഞ പോലെ എല്ലാം വളരെ കെയർ ആയിരിക്കണം. ഏത് മേഖല പക്ഷേ മെയിൻ ആരോഗ്യം. ചുമരുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ പറ്റും. നമ്മളെ ജീവിതം പോകുന്ന ആരോഗ്യ മേഖല. അപ്പോ ഇനിയിപ്പം പോരായ്മ ശരിയായിട്ട് നീങ്ങുന്നില്ലെങ്കിൽ, മൂവ്മെന്റ് ഇല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതിന്റെ അവർ സ്വീകരിക്കുക. അല്ലാതെ അതിനെന്തെങ്കിലും അതൊരു കൗൺസിലിംഗ് ചെയ്ത് അവർക്കൊരു പരിവർത്തനം വന്ന് ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യാം. എല്ലാം സമാധാനത്തിൽ അതങ്ങ് നീങ്ങട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ ഒരു സർക്കാരിന് വീഴ്ചയുണ്ടായാൽ അല്ലെങ്കിൽ വകുപ്പിന് വീഴ്ചയുണ്ടായാൽ രാജി ആവശ്യപ്പെടുക എന്നത് പ്രതിപക്ഷ രീതിയാണ്. അത് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഏത് സർക്കാരായാലും ഒക്കെ പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ഘട്ടത്തിലും അത്തരം രാജി ആവശ്യം സർക്കാരുകൾ തള്ളുകയാണ്. പക്ഷേ അതിലൊക്കെ പ്രധാനമല്ലേ ഈ മേഖലയിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ, മന്ത്രി രാജിവെച്ചത് കൊണ്ടൊന്നും ഈ മുന്നണിയുടെ ഭരണ സംവിധാനം ഒരിക്കലും റെഡിയാവാൻ പോയില്ല. ഈ മുന്നണിയുടെ ഭരണ സംവിധാനം തന്നെ തെറ്റാണ്. നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ESC മെമ്പർമാർക്ക് ലക്ഷങ്ങൾ കൂട്ടുമ്പോൾ 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന, കുറച്ച് തുപ്പുന്ന വൃദ്ധ വയോധികർക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ? അവരെ 1600 രൂപ താങ്കൾക്ക് കിട്ടുന്നില്ലേ? എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ അഹംഭാവം പറയുന്നല്ലോ, എനിക്കത് കിട്ടിയില്ലെങ്കിലും ഇന്നത്തെ സ്ഥിതിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ വയസ്സായിട്ടില്ല. എന്തായാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം കിട്ടാൻ അർഹതയുള്ള ആളുകൾക്കും ഏറെക്കുറെ കൃത്യമായി തന്നെ അത് കിട്ടുന്നുണ്ട്. ഞാനൊരു കാര്യം സാറിനോട് ദയവായിട്ട് പറയുകയാണ്. എനിക്ക് അദ്ദേഹത്തോടെ പൂർവാധികം ബഹുമാനത്തോടെ കെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ബഹുമാനിയ അഡ്വക്കറ്റ്.
അദ്ദേഹം വന്നിട്ട് 62 ലക്ഷം പേർക്ക് ഞങ്ങൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നു. ഈ ഔദാര്യമാണോ പെൻഷൻ? ആണോ സാർ? താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഞാനൊരു കാര്യം പറയാം, ഈ ഔദാര്യമാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ഇത് കൊടുക്കണം എന്നുള്ള നിയമപരമായ ബാധ്യതയൊന്നും ഒരു സർക്കാരിനുമില്ല. ഈ സർക്കാരാണ് പെൻഷൻ കൂട്ടിയത്, ഈ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇതേ ഇടതു സർക്കാർ തന്നെയാണ്. ആ സർക്കാർ കൂട്ടി ഇതിനു മുമ്പ് കൊടുത്തിരുന്ന സർക്കാരുകളും അവരുടെ ബാധ്യതയൊന്നുമല്ല കൊടുക്കണം എന്നുള്ളത്. അവർ അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് സാർ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നത് അവർ ചെയ്ത സേവനത്തിന്റെ മുകളിലുണ്ടായ രാജ്യത്തിന്റെ വികസനത്തിന്റെ പേരിലല്ലേ? ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി അല്ലെങ്കിൽ ഒരു മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളി, അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ പണിയെടുത്തത്. അപ്പൊ പെൻഷൻ എന്തുകൊണ്ട് യോഗ്യത 56 ഉദ്യോഗസ്ഥന് എപ്പോഴാണോ പെൻഷൻ കൊടുക്കുന്നത് അതേ പ്രായത്തിൽ തന്നെ കർഷക തൊഴിലാളിക്ക് കൊടുക്കണമെന്ന അഭിപ്രായം ഉണ്ട്. കാരണം രാജ്യത്തിന്റെ വികസനത്തിന് പ്രവർത്തിച്ച് ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായാലും അയാൾ രാജ്യത്തിന്റെ വികസനത്തിന് പഞ്ചായത്തിലെ കെട്ടിടത്തിന് നികുതി കിട്ടിയിട്ടാണോ വികസനം ഉണ്ടാകുന്ന രാജ്യത്ത് ആ കെട്ടിടം നിർമ്മിച്ച ഒരു തൊഴിലാളിക്കോ അതിൽ ഹെൽപ്പർ പണിയെടുത്ത തൊഴിലാളിക്കോ ഇത് കിട്ടണ്ടേ? എന്തുകൊണ്ട് അവകാശമല്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതിക്ക് പറയാൻ പറ്റുമോ ഇത്? അപ്പൊ അതുകൊണ്ട് ഇത് 62 ലക്ഷം ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തു എന്നുള്ള മേനിയൊന്നും ആരും നടിക്കണ്ട. അത് അവരുടെ വീട്ടിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല. ഇപ്പം തന്നെ ഈ അപകടം നടന്നപ്പോൾ ഈ അപകടത്തിന്റെ മേളിലാണല്ലോ ഒരു ചർച്ച. അവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന മന്ത്രിമാർ എന്താ പറഞ്ഞത്? 526 കോടി കിഫ്ബിയിൽ നിന്ന് മുടക്കി. ഇത് ആ മരിച്ച ബഹുമാന്യ ബിന്ദുവിന്റെ നികുതി പണം കൂടി ചേർത്താണ് സാർ ചെയ്യുന്നത്. അല്ലാതെ ഈ മന്ത്രി ഭാഗവന്റെയോ ശരി, ഈ ഒരു മന്ത്രിയുടെയും അല്ല, ഒരു മന്ത്രിയുടെയും, അത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ഒന്നും ഒരു മന്ത്രിയുടെയും ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നോ മന്ത്രിയുടെ വീട്ടിൽ നിന്നോ ഒന്നും അല്ല കൊണ്ടുവരുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ പണം ശരിയായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും എവിടെയായാലും അതാത് കാലത്തിരിക്കുന്ന ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയും അവരുടെ ദിശാബോധവും അവരുടെ മാനുഷിക പരിഗണനയും ഒക്കെയാണ് പലപ്പോഴും ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തെ തന്നെ നിർണ്ണയിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാജി ആവശ്യം ഒരു രാഷ്ട്രീയപരമായ ആവശ്യമാണ്, അത് അംഗീകരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിലെ ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കെട്ടിടങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലെ കെട്ടിടങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനല്ലേ മുൻഗണന നൽകേണ്ടത്? ശ്രീ പീതാംബരൻ പറഞ്ഞോളൂ. പറയാം. അതെ, ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ സമരം ചെയ്യുന്ന ആളുകൾ ഒന്ന് കണ്ണോടിച്ചാൽ കാണുന്ന കാര്യമില്ല സാറേ. പൊതുജനങ്ങൾക്ക് ഇത്രയും കണ്ടീഷനായിട്ട് ഈ എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ സൗകര്യത്തോടും കൂടി ചെയ്തിട്ടുള്ള ഒരു സർക്കാർ അവർ ചെറിയൊരു വീഴ്ച വന്നപ്പോൾ അതിനെതിരെ വന്ന് രാജിവെക്കണം അത് കൊടുത്തതിനാണ് രാജിവെക്കണം എന്ന് പറഞ്ഞത്. ഇവർക്ക് എന്താ അന്തികൂറുണ്ട്? അവർക്ക് കുരുടന്മാരല്ലേ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ? ഉറക്കത്തിൽ കിടന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴും രാജിവെക്കണം എന്നാ പറയണത്. ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ മനസ്സിലായ? അതല്ല ചെയ്യേണ്ടത്. ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് തെറ്റ് ശരിയുണ്ടോ എന്ന് തിരക്കുക, എന്നിട്ട് തിരുത്തുക. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് വ്യക്തമല്ല. ഒരു രാജിവെച്ചുകൊണ്ട് പരിഹാരമാവുമോ? ഒരിക്കലും സാധ്യമല്ല. ഒരു കാലത്തും വെല്ലുവിളിക്കില്ല നിങ്ങൾക്ക്. ഇതൊക്കെ വരാനും പോടില്ല കേരളത്തിൽ. ഇതുകൊണ്ട് പോക്കാൻ സാധാരണ ജനങ്ങൾക്ക് ഉപകാരമുള്ള ആശുപത്രികൾ പറഞ്ഞ മനസ്സിലായ? താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ പീതാംബരൻ. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഗുഡ് ഈവനിങ് എവരിബഡി, എല്ലാവർക്കും സുഖമാണോ എന്ന് ശശിധരൻ പിള്ള ചോദിക്കുന്നു. ഹെനൻ ഹാരിസ് ചോദിക്കുന്നു, സാർ വേർ ഈസ് മനു സാർ, ഇറ്റ്സ് ബിൻ എ വീക്ക് എന്ന് പറയുന്നത്. ശ്രീ ഹെനൻ ഹാരിസ്, മനുവിനെ ഒരു പനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവധിയിലാണ്. അദ്ദേഹത്തിൻ്റെ പനി മാറി അടുത്ത ആഴ്ച തന്നെ അദ്ദേഹം മടങ്ങിയെത്തും എന്നതുകൂടി അറിയിക്കുകയാണ് ശ്രീ ശശി. അതോടൊപ്പം തന്നെ ദാറ്റ് ലേഡി മസ്റ്റ് റിസൈൻ എന്ന് പ്രിയ പറയുന്നു. കുറച്ച് തലമുണ്ടയുള്ളവർ മാത്രം സമരം നടത്തണം, കാരണം ജലപീരങ്കിയുണ്ട്, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, അത് വെള്ളം വീണാൽ കേടാവും, അതുകൊണ്ട് കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം. 40 രൂപയ്ക്ക് എറണാകുളത്ത് മഴക്കോട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു കാര്യം ശരിയാണ്. പലപ്പോഴും ഈ വലിയ വെള്ളത്തിനിടയിലൊക്കെ ഇരിക്കുമ്പോൾ പാൻറ്റിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലോ ഒക്കെ ആയിരുന്നു ഇരിക്കുന്നതെങ്കിൽ വെള്ളം വീണ് മൊബൈൽ കേടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പോലീസ് അടിച്ചില്ലെങ്കിലും വെള്ളം വീണാൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടിയൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും നമ്മുടെ സമരക്കാരെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ കമാൻഡർ മാത്യു അടൂരാണ് വിളിക്കുന്നത്. ശ്രീ മാത്യു, ഈ രാജി ആവശ്യം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ മാത്രമല്ല, ഏത് സർക്കാർ ഭരിച്ചാലും പ്രതിപക്ഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ രാജി ആവശ്യപ്പെടും. വലിയ ചില ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ അംഗീകരിക്കപ്പെടാറുണ്ട്. ചില മന്ത്രിമാർ സ്വമേധയാ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച വലിയ ചരിത്രവും ധാർമ്മിക ചരിത്രവും ഒക്കെ ഉണ്ട്. എന്നാൽ രാജി നിഷേധിച്ച ആവശ്യങ്ങൾക്കാണ് കൂടുതൽ
ഉള്ളത്, നമ്മുടെ ചരിത്രത്തിൽ കൂടുതലുള്ളത്. പക്ഷെ അതിനൊക്കെ അപ്പുറമല്ലേ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണുക എന്നത്. അതെ, ഗുഡ് ഈവനിങ്. രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശരി. ഒന്ന്, ഇന്നലെ ഒരു മഹാൻ നമ്മളോട് പറഞ്ഞില്ലേ, നമ്മുടെ ടി വി പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പത്രത്തിൽ ഒപ്പിട്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ വിസ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഒരു മഹാൻ പറഞ്ഞായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക്. കാര്യം ഞാനൊരു അമേരിക്കൻ വിസ ഹോൾഡ് ചെയ്യുന്ന വിസ ഹോൾഡറാണ്. ഞാനിപ്പോ എന്റെ വിസ പുതുക്കിയതേ ഉള്ളൂ. ഞാൻ ഒരിടത്ത് പോലും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് അടൂര് CPM-കാർ ഒപ്പിടണമെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം ആദ്യം തന്നെ. കാര്യം അമേരിക്കൻ എംബസി ഒരിക്കലും ചോദിച്ചിട്ടില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ എന്ന് ചോദിച്ചിട്ടില്ല. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം. തൽക്കാലം ഈ വിഷയത്തിൽ സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം നമ്മൾ വന്നിട്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണോ വെക്കണ്ടില്ല. രാജിവെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി രാജിവെക്കണം. എന്തുകൊണ്ട് വെക്കണം? ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള സ്റ്റാഫുകളുടെ പ്രവർത്തനം വളരെ മോശമാണ്. വളരെ മോശം വെച്ചാൽ നമ്മൾ നോക്കിക്കേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ ബിൽഡിംഗ് മാത്രം നോക്കിയാൽ ഇന്ന് വരെ അവർ ഒരു ഓഡിറ്റ് നടത്തിയിട്ടില്ല. എന്റെ മോള് ഡോക്ടറാ. എന്റെ മോള് മഹാരാഷ്ട്ര ഗവൺമെന്റ് പഠിച്ച ഡോക്ടർ. എന്റെ മോള് അവിടുത്തെ ടോയ്ലറ്റുകളിൽ പോയി നോക്കിയാൽ എത്ര മനോഹരമാണെന്നറിയാമോ? മാത്രമല്ല അവിടുത്തെ റൂമുകൾ, ഹോസ്റ്റൽ റൂമുകൾ എന്ന് പറയുന്നത് AC നോൺ AC റൂം വരെ ഉണ്ട്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ട്. ഇന്ന് നോക്കി എന്റെ മോനെയൊക്കെ എനിക്ക് സങ്കടം വന്നുപോയി. മെയിൻസ് ഹോസ്റ്റലിന്റെ സ്ഥിതി ഉണ്ടോ? എങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ അവിടെ വിടും, ഡോക്ടറാക്കാൻ വിടും? പറ. ഈ കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് എങ്ങനെ നമുക്ക് സേവനം ചെയ്തു തരുന്നത്? ഈ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള സ്റ്റാഫുകൾ അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അവർ IAS ആയിരിക്കും, അല്ലെങ്കിൽ അവർ വെരി മച്ച് ക്വാളിഫൈഡ് പീപ്പിൾ. എന്തുകൊണ്ട് അവർക്കറിയില്ല ഒരു ഓഡിറ്റ് ചെയ്യണമെന്നും ഈ ബിൽഡിങ്ങുകൾ നോക്കണമെന്നും ഈ ഇവിടുത്തെ സത്യാവസ്ഥ മന്ത്രി നേരത്തെ പറഞ്ഞു. മന്ത്രി പറയേണ്ട കാര്യം എന്താണെന്ന് സഹോദരൻ, 9 വർഷമായി ഇവിടെ ഓഡിറ്റ് ഇനി എന്നാ നടത്തുന്നത്? ഓരോ അപകടം ഉണ്ടാകുമ്പോഴാണ് നടത്തുന്നത്. ഇതാണോ എന്നെ മര്യാദ? ബീന ജോർജ് പറഞ്ഞ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സ്ത്രീയൊന്നുമില്ല. ഈസ് എ ഹൈലി ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ് വുമൺ. ഷീ നോസ് ഹൗ ടു റൺ ഹിസ് ഡിപ്പാർട്ട്മെന്റ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഈ സ്റ്റാഫുകൾക്ക് പ്രോപ്പറായിട്ട് അവർക്ക് ചെയ്തു കൊടുത്തൂടെ? മന്ത്രി പറയും ഇന്നിപ്പോ ഈ പൊട്ടന്മാര് ജലപീരങ്കിക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് പീരങ്കിക്കകത്ത് വെള്ളം പോലും ഇല്ല. എന്തോ കാര്യം പറയാം? പീരങ്കിയായിട്ട് പിള്ളേരെ പീരങ്കി ജനങ്ങളുടെ നേരെ അടിക്കുന്നവന് പീരങ്കിക്കകത്ത് വെള്ളം നിറയ്ക്കണമെന്ന് അറിയത്തില്ലേ? അതുപോലും ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ പ്രേമൻ പറഞ്ഞോളൂ. ശ്രീ പ്രേമന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ആളിലേക്ക് കടക്കും മുമ്പ് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. മന്ത്രി രാജിവെക്കേണ്ട സമയമായിട്ടില്ല, പക്ഷേ കണ്ണട മാറ്റേണ്ട സമയമായെന്ന് മോഹനൻ ES പറയുന്നു. അതൊരു സറ്റേറിക്കൽ കമന്റ് കൂടിയാണ്. യഥാർത്ഥത്തിൽ രാജി ആവശ്യത്തെക്കാൾ കൂടുതൽ മൂർച്ചയുള്ള ഒരു കമന്റ് കൂടിയാണത്. മന്ത്രി രാജിവെക്കുകയല്ല, കണ്ണട മാറ്റുകയാണ്. മന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നുള്ള ഒരു ചൂണ്ടിക്കാണുക. പലപ്പോഴും നേരിട്ട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ കടുത്താവും. ചില കാർട്ടൂണുകളൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ ഒരാൾക്കെതിരെ എഴുതുന്ന വാർത്തയേക്കാൾ കടുപ്പത്തിലാവും ചിലപ്പോൾ ആ കാർട്ടൂണിൻ്റെ ചെറിയ ചില കമൻറ്റുകളൊക്കെ വരുന്നത്. അതേപോലത്തെ ഒരു കമൻറ്റാണ് ശ്രീ മോഹനൻ ES നടത്തിയിരിക്കുന്നത്. ഷാജി ഭാസ്കരൻ, മോഡി BJP ഓഫീസിൽ നിന്നാണോ ബാലകൃഷ്ണ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. അത് അവർ തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ ചില ചോദ്യങ്ങളൊക്കെയാണ്. നേരാന്നേ UDF സർക്കാരിൻ്റെ കാലത്ത് മൊത്തം സമാധാനപരമായും പ്രതിഷേധമായിരുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും നാറ്റുക എന്നൊക്കെ പറയുന്നത്. അത് സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ് എന്ന് തോന്നുന്നു. ശ്രീ ശശിധരൻ പിള്ളയാണത് പറയുന്നത്. നാറ്റിച്ച സമരം എന്ന് അടുത്ത ഇതിൽ എഴുതിയിരിക്കുന്നു. ഓരോ കാലത്തും അങ്ങനെ പലതരം സമരങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും നാറുന്നില്ലയോ എന്നുള്ളതൊന്നുമല്ല. പക്ഷേ സമരം ചെയ്യുന്ന ആളുകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ട്. പണ്ട് ഇതുപോലെ ടിക്കാറാമിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇതുപോലെ ഒരു വലിയ സമരം നടത്തിയിരുന്നു. അന്ന് സമരം നടന്നപ്പോഴും ആ സമരക്കാർ കർഷകർ വന്ന് ഡൽഹിയിൽ വന്ന് അവിടുത്തെ അന്ന് രാജ്പഥ് ആയിരുന്നു. അന്ന് രാജ്പഥിൽ വൻ സമരം ചെയ്തപ്പോഴും അന്ന് ഡൽഹിയിൽ വന്ന പ്രശ്നം ഇതാണ്. അവരവിടെയൊക്കെ തൂറി നാറ്റുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. സമരം ചെയ്യാൻ വന്ന കർഷകരാണ്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അങ്ങനെ സമരം ചെയ്യാൻ വരുന്നവർക്ക് അങ്ങനെ സൗകര്യമില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിനെ ഒരു മോശമായി കാണേണ്ടതല്ല. അതിന് ഏത് സർക്കാർ ആണ് സമരത്തെ നേരിട്ടെങ്കിലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അത്തരമൊരു സമരങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞു എന്നതേ ഉള്ളൂ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ മന്ത്രി രാജിവെക്കണമെന്നൊക്കെ ഈ സമയത്ത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തിരുത്താനുള്ള സമയം കൊടുക്കുകയാണ് ആവശ്യം. കാര്യം ഇനി തുച്ഛമായിട്ടുള്ള മാസങ്ങളാണ് ഇനി അടുത്ത ഇലക്ഷന് ഡേറ്റ് ഉള്ളത്. അവർക്ക് ഇപ്പൊ തന്നെ മാനസികമായിട്ട് നല്ല വിഷമമുണ്ടെന്നുള്ളത് അവരെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി റോഡിലെ കുഴികളിൽ വീണ് 100 കണക്കിനാണോ ഒരു മാസം മരിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി പിന്നെ രാജിവെച്ച് പോണ്ടേ? ഇതൊക്കെ ആരുടെ പറയണത്? ചുമ്മാ ആവശ്യമില്ലാതെ ഈ മന്ത്രി രാജിവെക്കണം തന്നെ പറയാനുള്ളത്. പുതിയൊരു മന്ത്രി എടുത്തിട്ട് ആ മന്ത്രി ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ തന്നെ 2 കൊല്ലം പിടിക്കും. പിന്നെ ഇവിടെ എന്തുണ്ടാക്കാനാ? അതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തും. അവരും ഒരു അമ്മയല്ലേ, അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവരെ കണ്ടാൽ തന്നെ അറിയാം. അവര് പിന്നെ ദുഃഖങ്ങളിലൊക്കെ നിന്ന് പൊട്ടിക്കരയണതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതൊന്നും അഭിനയമൊന്നും അല്ല. അവരെ ഉള്ളിൽ നിന്ന് വരണാണെന്നുള്ള മലയാളിയായിട്ടുള്ള എന്നെ പോലുള്ളവർക്കൊക്കെ നല്ലോണം മനസ്സിലാവും. അത് അവരും ഒരു സ്ത്രീയാണ്. അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യത്വമുള്ളവർ ചെയ്യാനുള്ളത്. അല്ല പിന്നെ രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിന് വേണ്ടി അത് എല്ലാവരും ചെയ്യണം. അത് ആവശ്യം തന്നെയാണ്. ആവശ്യത്തിനൊക്കെ വേണം. പിന്നെ ചുമ്മാ സ്വന്തം ശരീരം തന്നെ കൊണ്ടിട്ട് ഇടികൾ മാറ്റി കേസിലും പ്രതിയായി വീട്ടിൽ സ്വസ്ഥതയെ നഷ്ടപ്പെട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കിടന്ന് ചാടത്തെ. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രാജ്യാവശ്യം രാഷ്ട്രീയമായി ഉന്നയിക്കുക, അത് ആരെങ്കിലും കുറ്റം പറയേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും എല്ലാവരും ഒക്കെ ഉന്നയിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക, പ്രതിപക്ഷം പറയുന്നത് തെറ്റാണെങ്കിൽ അത് ജനത്തെ ബോധ്യപ്പെടുത്തുക, അതല്ലേ വേണ്ടത്? ശരി. സാറേ നമസ്കാരം. നമസ്കാരം. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷവും ഭരണപക്ഷത്തെയും വെച്ച് താരതമ്യം ഇപ്പം UDF ഭരിച്ചെങ്കിൽ ഇവരാ പ്രതിപക്ഷമായിരുന്നു സാറേ എന്താ ഈ കേരളത്തിൽ ഈച്ചയ്ക്ക് പോലും അങ്ങോട്ട് ഒരു വട്ടം കറക്കാൻ നടക്കുമായിരുന്നു. മൊത്തം അടിച്ച് പറിച്ച് നാശമാക്കി പിന്നെ പൊതുമുതലെല്ലാം അടിച്ച് തകർത്ത് കളയാം. ട്രാൻസ്പോർട്ട് വരെ ട്രെയിൻ വരെ എന്ത് കിട്ടാനാണ്. പക്ഷെ അങ്ങനല്ലേ ഇന്നത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഒരു പൊതുമുതൽ പോലും നശിപ്പിക്കാതെ ജനങ്ങൾക്കോ ആർക്കും ബുദ്ധിമുട്ടില്ലാതാണ് പോകുന്നത്. ഇനി അത് അവിടെ നിൽക്കാം, അത് പോട്ടെ. പക്ഷേ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ തുടരെ ഇപ്പം തന്നെ നമ്മുടെ ചാനലുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. കാസർഗോഡ് പോലുള്ള തിരുവനന്തപുരം പോലുള്ള വാശുവിലെ പിന്നെ ഇടിഞ്ഞു പോകാതിരിക്കുന്ന ഓരോ ഘട്ടങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഓഡിറ്റിങ്ങുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. പിന്നെ ഇവർക്ക് ഈ നമ്പർ 1 കേരളം ഇവർക്ക് PR വർക്ക് വഴി കിട്ടുകയെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഏതാർക്ക് കുറേയൊക്കെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ആ മന്ത്രിയുടെ കയ്യിൽ ചില തെറ്റുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്താണ് അത് ചെയ്യിച്ചത്. പക്ഷേ അവർക്കെതിരെ നടപടി എടുക്കണം. മന്ത്രിക്ക് പറയാനോ അല്ലെ മന്ത്രിക്കെതിരെ കേസെടുക്കണം. അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ സർക്കാർ അവർക്കെതിരെ കേസെടുത്ത് അവരെ ഇതിലാക്കണം. ഇത് 2 കാര്യങ്ങൾ നന്നേ ഉള്ളൂ. ഇപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നുണ്ടോ? പിന്നെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പക്ഷെ താഴെ ഇന്ന് പിന്നെ ചാണ്ടിയുമ്മയൊക്കെ അവിടെ ചെന്ന് നമ്മുടെ ചാനലുകാരെല്ലാം ചെന്ന് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുക. സർക്കാർ ശ്രീ സന്ദീപാണ് കല്ലറയിൽ നിന്നാണ്. ശ്രീ സന്ദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ സന്ദീപ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ നിശാന്താണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ നിശാന്ത് പത്തനംതിട്ട എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ടയിൽ തന്നെയാണ് പ്രോപ്പർ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ പേരിലാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഈ കേരളമാകെ വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് ഇപ്പോ മന്ത്രി രാജിവെക്കേണ്ട കാര്യം എന്തോ, അങ്ങനെ വിമാനം താഴെ വീണതിന് ഏവിയേഷൻ മിനിസ്റ്റർ രാജിവെക്കാറുണ്ട്. മന്ത്രി തലത്തിൽ തീരുമാനം എടുത്തതാണല്ലോ കെട്ടിടം ഒഴിയണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ മന്ത്രിയല്ലേ വേണ്ടത്? ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരുടെ അടുത്തും പോയിരുന്ന് മന്ത്രി അവർ ജോലി ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ പറ്റത്തില്ലോ. എല്ലാ ഉദ്യോഗസ്ഥരുടെ അടുത്തും പോയിരുന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു കമ്പനിയിൽ നിങ്ങൾക്കൊരു ചുമതല ഉണ്ടാണെങ്കിൽ കമ്പനിയിലെ മുഴുവൻ ആളുകളുടെ അടുത്ത് പോയിരുന്ന് നോക്കിയിട്ടാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അത് നോക്കാൻ സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനം ഉണ്ടാക്കുന്നതിൽ മന്ത്രിയുടെ പരാജയമുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? രാജിവെക്കോ ഇല്ലയോ എന്നുള്ള വേറെ വിഷയം. അത് ഒരു യാഥാർത്ഥ്യമല്ലേ? താങ്കൾ അതെന്താ അംഗീകരിക്കാത്ത? തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട്. അതുകൊണ്ട് അത് മന്ത്രിക്ക് അത് കഴിയുന്നില്ലെങ്കിൽ മന്ത്രിയുടെ വീഴ്ചയാണ്. അതെങ്ങനെ മന്ത്രിയുടെ വീഴ്ച? പിന്നെ ആരുടെ വീഴ്ച? നിശാന്തിന്റെ വീഴ്ച, എന്റെ വീഴ്ചയാണോ അത്? അപ്പൊ ഈ വിമാനം താഴെ വീണാല് ഇവിടെ ഏവിയേഷൻ മിനിസ്റ്റർ രാജിവെക്കുന്നില്ല. വിമാനം താഴെ വീണെങ്കിൽ അതിനകത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സർക്കാർ തലത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണത്. ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണ്ടേ? ഞാൻ ചോദിച്ചത്, താങ്കൾ പറഞ്ഞ മന്ത്രിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞെടുത്താണ് വിയോജിപ്പ് പറഞ്ഞത്. ഏത് വകുപ്പായിക്കോട്ടെ, ആ വകുപ്പിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണെങ്കിൽ ആ മന്ത്രിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്, യാതൊരു സംശയവുമില്ല. ഒരു വകുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കണം. അതാണ് മന്ത്രി. അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നിടത്തല്ലേ പ്രശ്നം ഉണ്ടായത്? പരിഹരിക്കാത്തോണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്? പരിഹരിച്ചാൽ ഈ വിഷയം ഉണ്ടാവും. അപകടാവസ്ഥയിലാണെന്നും ആ ബിൽഡിംഗ് അപകടാവസ്ഥയിലാണെന്നും അവിടെ ആരും കയറരുതെന്നും മന്ത്രി തലത്തിൽ തീരുമാനം എടുത്ത് കൃത്യമായിട്ട് അറിയിച്ചു. എന്നിട്ട് അവിടെ ഒരു ബോർഡ് പോലും വെപ്പിക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ലല്ലോ. എങ്കിൽ പിന്നെ ചെയ്യാത്തവർക്കെതിരെ നടപടിയെടുക്കാത്ത എന്താ മന്ത്രി? എല്ലായിടത്തും പോയിരുന്ന് മന്ത്രി ചെയ്യാൻ പറ്റുമോ? എല്ലായിടത്തും പോയിരിക്കാനാണെങ്കിൽ മന്ത്രിയെ വേണ്ടല്ലോ. ഒരാൾ എല്ലായിടത്തും പോയാണ് നിയന്ത്രിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഒരു സൈന്യത്തെ നിയന്ത്രിക്കുന്നത്, സൈന്യത്തിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആള് യുദ്ധമുഖത്ത് പോയി ഇതാണോ നിയന്ത്രിക്കുന്നത്? അല്ലല്ലോ.
അങ്ങനല്ലേ യുദ്ധമുഖത്ത് പോയി നിന്ന് നിയന്ത്രിക്കേണ്ട കാര്യമില്ല, അവിടെ പോയി അതുപോലെ തന്നെ പക്ഷേ യുദ്ധമുഖത്ത് നിൽക്കുന്ന പടയാളി എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ, അത് ഏത് തരത്തിൽ പോകണം തീരുമാനിക്കാൻ ഈ ക്യാപ്റ്റന് കഴിയണം. അത് കഴിയാനല്ലേ തീരുമാനങ്ങൾ എടുത്ത് കൊടുക്കുന്നത്. തീരുമാനം എടുത്ത് കൊടുക്കാൻ ആർക്കാണ് കഴിയാത്തത്? തീരുമാനം എടുത്ത് നടപ്പാക്കിക്കാനാണ് മന്ത്രി ഉള്ളത്. നടപ്പിലാക്കാനല്ലേ അത് തീരുമാനം എടുത്തത്. അപ്പൊ താങ്കൾ, ഞാൻ ഒരു സംശയം ചോദിക്കാണ് നിശാന്ത്, താങ്കളുടെ അഭിപ്രായത്തിൽ മന്ത്രിമാര് തീരുമാനം എടുത്താൽ മതി, നടപ്പാക്കിയില്ലെങ്കിൽ അത് നോക്കേണ്ടതില്ല എന്നാണോ പറയുന്നത്? ഇതിന് ആക്സിഡന്റ് എന്നല്ലേ പറയുന്നത്? അങ്ങനെ ആക്സിഡന്റ് പറ്റുന്നുണ്ടായതൊന്നും അല്ലല്ലോ ഇത്. ഈ പഴയ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. ആ കെട്ടിടത്തിലേക്ക് ആളുകളെ വിടാതിരിക്കാൻ വേണ്ടി വേലി കെട്ടിത്തിരിക്കുകയോ അല്ലെങ്കിൽ മിനിമം ഒരു ബോർഡെങ്കിലും വെക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ. അവിടെ തൊട്ടടുത്ത ആ ശുചിമുറി ഇപ്പോഴും ഉപയോഗിച്ചിരുന്നില്ലേ? അതിന് തൊട്ടടുത്ത വാർഡിൽ മുഴുവൻ ആളുകൾ, രോഗികൾ ഉണ്ടായിരുന്നില്ലേ? അപകടം പറ്റിയത് അത് ഈ ഇവിടെ പണിയില്ലാതിരിക്കുന്ന കുറെ UDF-കാരെല്ലാവരും കൂടെ കിടന്ന് പണിയില്ലാതിരിക്കുന്ന UDF-കാരുടെ കാര്യം പറയണ്ട, താങ്കൾ മന്ത്രി ഇപ്പൊ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞാൽ മതി. തടയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതേ റോഡുകളിലൂടെ അല്ലേ പോകുന്നത്? പ്രതിപക്ഷ നേതാവല്ലല്ലോ മന്ത്രി, മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല. എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഭരിക്കുന്നത് ഏത് മന്ത്രിയായാലും ആ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടെ വകുപ്പ് സെക്രട്ടറി ഉണ്ട്, അതിന് താഴോട്ടുണ്ട്. ആ വകുപ്പ് സെക്രട്ടറിയൊക്കെ നിയന്ത്രിക്കേണ്ടത് ആരാണ് എന്നുള്ള എന്റെ ചോദ്യം. അത് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് മന്ത്രി തന്നെയാണെന്നേ. ആ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ പരാജയമാണ്? മന്ത്രി തീരുമാനം എടുത്തു കൊടുക്കുന്നത്. അതപ്പം കെട്ടിടം പോയിരുന്നു മന്ത്രി ഇരുന്ന് പൊളിച്ച് താഴെ ഇട്ടതാണോ? താങ്കളുടെ വളരെ വിചിത്രമായ ചോദ്യമാണ്. കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ചാൽ മന്ത്രി നിന്ന് പൊളിക്കണമെന്നല്ല, പൊളിപ്പിക്കാൻ കഴിയണം മന്ത്രിക്ക്. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഒരാൾ ഇരിക്കുമ്പോൾ അവരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ അതാണ്, അവരെടുത്ത തീരുമാനം നടപ്പാക്കാനുള്ള ശേഷിയാണ്. മന്ത്രിക്ക് തീരുമാനം നടപ്പിലാക്കാനുള്ള ശേഷി ഉള്ളതുകൊണ്ടാണല്ലോ അവർ ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാവണമെന്നില്ല ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടൊന്നും അങ്ങനെ ഒരു ബിൽഡിംഗ് ആക്സിഡന്റിൽ തകർന്നു, ഉടനെ മന്ത്രി അങ്ങ് രാജിവെക്കണം. മന്ത്രി രാജിവെക്കണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ താങ്കൾ പറയുന്നത് മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞതിൽ വിയോജിപ്പുണ്ട്. മന്ത്രി രാജിവെക്കണമെന്ന് ഉദ്ദേശിച്ചാണല്ലോ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞത്, പ്രതിപക്ഷമല്ലേ പറയുന്നത്. മന്ത്രി രാജിവെക്കണോ വേണ്ടേ, രാജിയാണോ പരിഹാരം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ. അപ്പോൾ താങ്കൾ പറയുന്നത് വിഷയങ്ങളെ പരിഹരിക്കേണ്ട, അവിടെ ഒരു പ്രശ്നവും മന്ത്രിക്ക് ഉണ്ടായിട്ടില്ല എന്ന മട്ടിലല്ലേ പറയുന്നത്. വീഴ്ച വന്നിട്ടുള്ളത് അത് പരിഹരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പൊ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. വനമന്ത്രി രാജിവെക്കണം, വിമാനം താഴെ പോയ ഏവിയേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. അത് കുറേ താങ്കൾ പറയുന്നു. ശരി നിശാന്ത്, കുറെ കൂടി കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ടൊക്കെ പറയാം. പക്ഷേ പറയുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുറച്ച് നിഷ്പക്ഷമായി കൂടി പറഞ്ഞാൽ നല്ലത്. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? മന്ത്രിയുടെ രാജിയേക്കാൾ പ്രധാനമല്ലേ ഈ പറയുന്ന സംവിധാനത്തിലെ വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നത്? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം. നല്ല ഫോമിലാണല്ലോ. അപ്പോഴേ താങ്കള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒരിക്കലും വീണ ജോർജിനെ പോലെ ഒരു വ്യക്തി രാജിവെക്കരുതെന്നാണ്. കാരണം ആ മന്ത്രിസഭയിൽ ഉള്ളതിൽ തന്നെ കുറച്ച് ക്വാളിഫൈഡും എക്സ്പെഷ്യലി അവരൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു. അവരുടെ അങ്ങനെ അവരിപ്പം അതിൽ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പേഴ്സണലി എന്റെ അഭിപ്രായമാണ്, വെക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് ഈ കിടന്ന് കാണിക്കണ കോപ്രായം അത് സത്യത്തിൽ അതൊരു വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെ രാജിവെക്കണമായിരുന്നെങ്കിൽ മന്ത്രിസഭയിൽ ഒരുപാട് പേര് രാജിവെക്കണമായിരുന്നു. അപ്പൊ അതല്ല, പ്രത്യേകിച്ച് അവർ അങ്ങനെ ഒരു കറപ്ഷൻ ഒന്നും ഉള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അവർ പേഴ്സണലി ഷീസ് എ വെരി ഗുഡ് പേഴ്സൺ. പിന്നെ ഇതിനൊപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഈ അറിവെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നേടുന്നത് പല രീതിയിലാണ്. അപ്പോ എന്റെ തൊട്ട് മുമ്പ് ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു അമേരിക്കയിൽ വിസ വേണമെങ്കിൽ എന്ത് വേണം. ഇന്നലെ നമ്മൾ ഈ വിഷയം സംസാരിച്ചതാണ്. സോ അതിന് വളരെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഗൂഗിളിൽ പോയിട്ട് ചോദിക്കുക, ഈസ് എനി പോസിബിൾ ക്യാൻ എൻറ്റർ എനി കമ്മ്യൂണിസ്റ്റ് ഫോളോവേഴ്സ് ഇൻ USA? അതിനൊരു ആൻസർ പറയുന്നുള്ള നോട്ട്. ഇംപോസിബിൾ ഫോർ കമ്മ്യൂണിസ്റ്റ് എൻറ്റർ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇനി അതിന്റെ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1954 ഒരു സെക്കൻഡ്. ശ്രീ പ്രദീപ്, അത് താങ്കളിലൊക്കെ എങ്ങനെയും വ്യാഖ്യാനിക്കാത്ത ഒരു വിഷയമാണ്. ഞാനത് ഇന്നലെ പരിശോധിച്ചു. ആ രംഗത്ത് അറിവുള്ള ആളുകളുമായും ഒക്കെ സംസാരിച്ചു. അത് എങ്ങനെയും വ്യാഖ്യാനിക്കാത്ത ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് ചോദിക്കുന്ന കോളമൊന്നുമില്ല. പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റുകാരും തീവ്ര നിലപാടുകാർക്കും ഒക്കെ ഇല്ല എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യവാങ്മൂലം കൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും ഞാൻ അതല്ല എന്ന് പറയുകയൊന്നും വേണ്ട കാര്യമില്ല. താങ്കൾ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന രീതിയിലല്ലെന്നേ, ഞാൻ സ്വന്തമായി അപ്ലൈ ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് താങ്കളെ പോലെ അപ്ലൈ ചെയ്ത ആളുകളൊക്കെ താങ്കൾ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആ രംഗത്ത് അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ നമ്മുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, പഴയ കാലത്തൊക്കെ ഇവിടെ പാർട്ടിയിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ആളുകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അമേരിക്കയിൽ നിന്ന് സജീവമായി ഇടപെടുന്ന ആളുകളും ഒക്കെ ഉണ്ട് അവിടെ. ഉണ്ട്.
താങ്കൾ ഈ തർക്കിക്കുന്ന സമയത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ നിർത്താൻ പറ്റും. 1954 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രണം വന്നതിന് ശേഷം സെക്ഷൻ 68 സാറ്റ് 774(5) ആ ആക്ട് അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ താങ്കൾക്ക് വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ അങ്ങനെ സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയോ അവർക്ക് ഞാൻ ഒരു കോളത്തിനകത്ത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് നോ എന്ന് എഴുതുകയോ ടിക്കിടുകയോ അങ്ങനെ ഒന്നും വേണ്ടല്ലോ അതിൽ. ഉണ്ട്. അതാ പറഞ്ഞ നിങ്ങൾ ഏതാണ്ട് 70-73 പേജ് ഫോം ചെയ്യണം, അത് ഫില്ല് ചെയ്യണം. സാധാരണ ഏജൻസിക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏജൻസി അതിനെ നോ അടിച്ചു വിടും, നിങ്ങൾ അതൊന്നും നോക്കാറില്ല. പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോന്നും വായിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കും, നീ ഇന്ന് US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ താഴെ എഴുതിയിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ, ആ രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തിട്ട് അമേരിക്ക എടുക്കുന്ന തീരുമാനമല്ല ശരിയാവണമെന്നുണ്ടോ? അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അമേരിക്ക ലോകവിരുദ്ധമായി മനുഷ്യത്വ വിരുദ്ധമായി എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കും അതെല്ലാം നമ്മൾ അംഗീകരിച്ചു പോകണമെന്നുണ്ടോ? അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? താങ്കൾ ഇന്നലെ പറഞ്ഞതിന്റെ ഉദ്ദേശമൊക്കെ വേറെയാണെന്ന് എനിക്കറിയാം. ഇവിടെ കേരളത്തിൽ നിന്ന് ആര് മുഖ്യമന്ത്രി അമേരിക്ക പോകുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ അല്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് താങ്കൾ പറയുന്നതിന്റെ ഉദ്ദേശമൊക്കെ വേറെ അറിയാം. ഈ അമേരിക്കയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ജനങ്ങളോട് പറയുന്നു ഞാൻ അമേരിക്ക ഒരു തെമ്മാടി രാജ്യമാണ്. അത് സംശയം എന്താ? എതിർത്തുകൊണ്ട് അമേരിക്കയിൽ എൻട്രി ചെയ്യണമെങ്കിൽ പോലും ഞാനൊരു അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത വിഷയം അതാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയാം, ഏത് രാജ്യത്തിനെതിരെയോ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നു, ഒരാൾ BJPക്കെതിരെ പറയുന്നു, CPM-നെതിരെ പറയുന്നു എന്ന് കരുതി CPM-ന്റെ നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർക്കെതിരെയാണോ പറയുന്നത്? അല്ല, അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അവർ നടപ്പാക്കുന്ന രാഷ്ട്രീയം, അതിനോടാണ് ആളുകൾക്ക് വിരോധമുള്ളത്. അല്ലാതെ വ്യക്തികളോടല്ല വിരോധമുള്ളത്. വ്യക്തികളോട് ആർക്കും വിരോധമില്ല. പ്രതിപക്ഷ നേതാവ് വന്നാലും ഭരണപക്ഷത്തിരിക്കുന്നവർ വന്നാലും ഒരാൾക്കൊരു അപകടം വന്നാൽ അവരെല്ലാം മാനുഷികമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരും അപകടം വന്നാൽ ചികിത്സയ്ക്ക് സഹായം ചെയ്യുന്നവരും ഒക്കെയാണ്. ഇന്ത്യയുടെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. അല്ല താങ്കളെ പോലെ അയാൾ ശത്രുവാണ് അതുകൊണ്ട് അയാൾക്ക് എന്ത് നാശം വന്നാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ അയാളുടെ സ്ഥലത്തേക്ക് ഞാൻ കയറില്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പ്രാകൃതമായ ചിന്താഗതിയാണ് ശ്രീ പ്രദീപ്. കിരണ്, എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് അമേരിക്കൻ വിരുദ്ധത പറയുന്ന ഇതൊന്നും അല്ലല്ലോ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വിഷയമായി വരും. താങ്കൾക്ക് അതിലെല്ലാം കുത്തിക്കലർത്തി ഏതെങ്കിലും ഒക്കെ ഒരു ചെറിയ ചോദ്യം. എന്റെ അമേരിക്കയിൽ വിരുദ്ധനായ ഒരാൾ എന്തിന് അമേരിക്ക പോകുന്നു? അത് മാത്രം അമേരിക്കൻ വിരുദ്ധ ആളുകൾക്ക് അമേരിക്കയിൽ പോകുന്നതിന് എന്താണ് തടസ്സം? ചൈനയിലും ക്യൂബയിലൊക്കെ പോയി അവിടെ എന്താണ് പ്രത്യേകിച്ചുണ്ടോ? അമേരിക്കയിൽ പോകുന്നത് പോലെ തന്നെ ചൈനയിലും ക്യൂബയിലും ഒക്കെ പോവാം. അമേരിക്കൻ വിരുദ്ധനായതുകൊണ്ട് അമേരിക്കയിൽ പോകരുതെന്ന് എന്താണ് നിയമം? അത് ആര് പറയുന്ന നിയമമാണ്? താങ്കൾ അമേരിക്കയുടെ ദാസനായതുകൊണ്ടാണോ അമേരിക്കയിൽ പോയത്? ഞാൻ ഇന്ത്യയുടെ ദാസനാണ്, അമേരിക്കയുടെ ദാസനല്ല. താങ്കൾ ഇത്രയും വല്ലാതെ ന്യായീകരിക്കുന്ന അമേരിക്ക പോലെ രാജ്യത്തെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോവില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് താങ്കൾക്ക് അങ്ങനെ താങ്കളുടെ മനസ്സിന്റെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോയില്ല എന്ന് തോന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോയതുകൊണ്ട് താങ്കൾ കമ്മ്യൂണിസ്റ്റും ആവില്ല, അമേരിക്ക പോയതുകൊണ്ട് താങ്കൾ ക്യാപിറ്റലിസ്റ്റും ആകാനൊന്നും പോകുന്നില്ല. കിരണ, നമ്മൾ കുറ്റം പറയുന്നവരെ വീട്ടിൽ പോയി ചോറുണ്ണാൻ പാടില്ല. അതിനെന്താ കുഴപ്പം? അത് താങ്കളുടെ ചിന്താഗതി ഇടുങ്ങിയ ചിന്താഗതിയുടെ പ്രശ്നമാണ്. താങ്കൾക്ക് രാജ്യത്തെയും ആ രാജ്യത്തെ ജനങ്ങളെയും വേറെ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല, അവിടുത്തെ പ്രശ്നമാണ്. അത് ഇനിയെങ്കിലും പരിഹരിക്കും ശ്രീ പ്രദീപ്. ലോക രാജ്യങ്ങൾ സഞ്ചരിച്ചാൽ മാത്രം പോരാ, മനസ്സ് കുറച്ചുകൂടി വിശാലമാക്കാൻ കൂടി ശ്രീ പ്രദീപ് ശ്രദ്ധിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ ശത്രുവിൽ വീട്ടിൽ പോയി ചോറ് കഴിക്കില്ല. താങ്കൾ അങ്ങനെ കഴിക്കാതിരുന്നു, താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശത്രുവാണ് താങ്കൾ, റോഡ് അപകടത്തിൽ വീണ് വേറെ ആരുമില്ല, ശത്രുവാണ് വന്ന് എടുക്കാൻ പോകുന്നെങ്കിൽ താങ്കൾ പറയണം, എന്നെ എടുക്കണ്ട എന്നും കൂടെ പറയണം കേട്ടോ. അങ്ങനെ എടുക്കണ്ട, എന്നെ എടുക്കേണ്ടതില്ല, ഞാൻ അവിടെ കിടന്ന് മരിച്ചോളാം എന്ന് പറയണം. ശരി, അതാണ് പ്രദീപിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ശരി, ശ്രീ ജിതിനാണ് അരൂരിൽ നിന്നാണ്. ശ്രീ ജിതിൻ, ഈ മന്ത്രിയുടെ രാജി ആവശ്യം അത് സ്വാഭാവികമാണ്, അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പ്രതിപക്ഷം ഏത് കാലത്തും ഏത് പ്രതിപക്ഷമായാലും സമാന ആവശ്യം ഉന്നയിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം ജനങ്ങളുടെ പ്രശ്നം, ഈ സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്താണ് വെച്ചാൽ ഈ കോർഡിനേഷന്റെ കുഴപ്പമാണ്. മന്ത്രി ഓർഡർ ഇടുന്നു, എന്താ പറയാ, റിപ്പോർട്ട് ഇടുന്നു, ഇതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പല ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും റിപ്പോർട്ട് വരുന്നു. പക്ഷെ ഈ റിപ്പോർട്ട് എന്താണോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതിനുള്ള ആക്ഷൻ എന്താണ് ഇതൊന്നും കേൾക്കുന്നില്ല നമ്മള്. ശരിയല്ലേ? പറഞ്ഞോളൂ. ഈ റിപ്പോർട്ടൊന്നും വരുന്നില്ല. ഇപ്പൊ ഈ പ്രശ്നം തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ചെത കത്തി അമർന്നപ്പോഴത്തേക്ക് പുക വന്നപ്പോഴത്തേക്ക് ഞാൻ TV കണ്ടോണ്ടിരിക്കുവാണ്. നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണത്. ഒരു ആരെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും അവിടെ ചെന്നോ? ഇല്ല. അവരെ ഒന്ന് സമാധാനിപ്പിച്ചു? ഇല്ല. പോയപ്പോ എന്ത് പോയി? ഒരു ജീവന വില ഇട്ടങ്ങനെ ഇപ്പൊ 25 ലക്ഷം രൂപ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണോ ആ പിള്ളേർക്ക് അവരുടെ അമ്മ പോയില്ലേ? പോയോ? അതൊന്നും, ഇതൊക്കെ വൈകാരികമായ കാര്യങ്ങളാണ്.
അതെ, ആ വൈകാരികമായ കാര്യങ്ങൾ ആ തരത്തിൽ തന്നെ കൈകാര്യം ചെയ്യണം. എപ്പോഴും മാനുഷികതയ്ക്കാണ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഭരണാധികാരികളായാലും മറ്റ് ആരായാലും മാനുഷികത ഇല്ലാത്ത ഏത് വികസന പ്രവർത്തനമായാൽ പോലും ഇനി അത് അംഗീകരിക്കാൻ സാധാരണ ജനത്തിന് കഴിയില്ല. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സന്തോഷ് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രശ്നത്തിലേക്ക് ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മരണപ്പെട്ട കുടുംബത്തിന് ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അവർക്ക് സർക്കാർ വേണ്ട എല്ലാ നടപടികളും ചെയ്തു കൊടുക്കണമെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, ഇപ്പം പ്രതിപക്ഷം എന്നും പറഞ്ഞുകൊണ്ട് സമരം നടത്തുക, അത് അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ്. സമരം നടത്തണം. പിന്നെ മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് പോകുന്ന ഒരാളാണ്. മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ആശുപത്രി എനിക്ക് ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. അവിടെ എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് ചെല്ലുന്നത്. പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്ന ആളുകളെയും എനിക്കറിയാം. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് അവസാന നിമിഷം ആംബുലൻസിൽ കയറ്റി നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോക്കോ എന്ന് പറയുന്ന അനേക രോഗികളെയും എനിക്കറിയാം, അനേകം ആശുപത്രികളെയും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച് ഇത്തരം വാർത്തകൾ ഇന്നലെയും എനിക്ക് തോന്നുന്നു, ഞാൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഏതാണ്ട് 30 വർഷം പരിചയമുള്ള 30 വർഷമായിട്ട് സർക്കാർ ആശുപത്രി എന്താണെന്ന് അറിയാത്ത ആളുകൾ, ഈ കേരളത്തിലെ ആശുപത്രികൾ എന്താണെന്ന് അറിയാത്ത ആളുകൾ ഈ ചാനലിൽ കൂടെ ഇരുന്നിട്ട് വലിയ ചർച്ചയാണ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുത്. ഇത് അനുഭവമുള്ള, ഇത് അറിയാവുന്ന ആളുകൾ. ശ്രീ മൈക്കിൾ, താങ്കൾ പറഞ്ഞ അഭിപ്രായത്തെ അങ്ങേറ്റം ആദരിക്കുന്നു. പക്ഷേ നമ്മുടെ പൊതുവേദിയിലൊക്കെ ആളുകൾ വിളിക്കുന്നത് നമ്മളാരെയും വിളിക്കുന്നതല്ല, ആളുകൾ സ്വയം വരുന്നതാണ്. അപ്പോൾ അവർ നേരത്തെ ആശുപത്രിയിൽ പോയിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും ക്രൈറ്റീരിയ ഒന്നുമില്ല. അത് സാധാരണ ജനത്തിന് ആശുപത്രി പോയിട്ടുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വരും. താങ്കൾ പറഞ്ഞ ഒരു വാചകം ഏറ്റവും പ്രധാനമാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ മഹത്വമൊക്കെ പറയുന്ന ആളുകളൊക്കെ പലപ്പോഴും ഈ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ഒരു നിർണായക ഘട്ടം വന്നാൽ, വലിയൊരു അപകടം വന്നാൽ, അപകടത്തിൽപ്പെട്ട ഒരാളെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി പല പ്രൈവറ്റ് ആശുപത്രികളും എത്രയും പെട്ടെന്ന് അത് മെഡിക്കൽ കോളേജിലേക്ക് തള്ളിവിടാൻ ഉള്ള ശ്രമം, ഒരാളെ രോഗപ്പെടുത്തി ഇനി രക്ഷപ്പെടില്ല, അവർ മരണത്തിലേക്കാണ് എന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറയുന്ന രീതി, അത് കേരളത്തിലെ പല മെഡിക്കൽ സ്വകാര്യ ആശുപത്രികൾക്കും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരൊക്കെ വലിയ പണം കൊടുത്ത് ഒക്കെ ചെയ്യുമ്പോഴും നിർണായക ഘട്ടം വരുമ്പോൾ ഈ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും പറയുന്ന പോലാണ്. പ്രൈവറ്റ് ബസ്സുകാർ ആളുള്ള സമയത്തൊക്കെ ആളിനെ വിടും, രാത്രി ആയി കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബസ്സുകാരനും കാണില്ല. നമ്മൾ എപ്പോഴും മറ്റതിനെ കുറ്റം പറയുമ്പോൾ തന്നെ ആ സംവിധാനം നിലനിന്നെങ്കിൽ മാത്രമേ, സർക്കാർ സംവിധാനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ അടിസ്ഥാന ജനവിഭാഗത്തിന്, സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ആപത്തിൽ ഗുണം ചെയ്യൂ. അത് പ്രധാനം തന്നെയാണ്. ശ്രീ പോരായ്മകൾ പരിഹരിക്കണം. ഒരു തലമുടി നാല് ജീവനുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുപോയി രക്ഷിച്ചു വരുന്ന അനേകരുണ്ട്. നമ്മൾ അത് കണ്ടില്ലെന്ന് നടിക്കരുത്. ശരി, അത് വളരെ പ്രധാനമാണ് ശ്രീ മൈക്കിൾ, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ വീഴ്ചകളുള്ളപ്പോൾ ന്യായീകരിക്കല്ല, അത് തിരുത്തുകയാണ് വേണ്ടത് എന്നതുകൂടി നമ്മൾ അതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നു. ശ്രീ സുരേന്ദ്രനാണ്, ഹരിപ്പാട് നിന്നാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ഹരിപ്പാട് എവിടെയാണ് വീട്? ഹരിപ്പാട് അമ്പലത്തിന് തെക്കുവശം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് തെക്കുവശമാണ്. ശരി, ഓക്കെ. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? പറഞ്ഞു സാറേ. ഇത് പറയാനുള്ളത്, നമ്മളെ വീണ ജോർജ് നമ്മുടെ മാധ്യമ രംഗത്തു നിന്ന് വന്ന സ്ത്രീയാണ്. അവരും ഒരു മനുഷ്യനാണ്. അവർ എന്തെല്ലാം പ്രശ്നങ്ങൾ എവിടെല്ലാം ഓടി എന്തൊരു കാര്യം അതിൽ അന്നേരം ആഴ്ചയെടുക്കുന്ന ഒരു സ്ത്രീയാണ്. 10, 68, 70 വർഷമായി ഒരു കെട്ടിടത്തിന്റെ ഒരു മൂല ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഇതുപോലെ അപമാനിക്കുകയും ചാനലിൽ ഇതിന് അപമാനിക്കുക, ചാനലിൽ ഇരുന്ന് അപമാനിക്കുക, അവരുടെ വീട്ടിലോട്ട് പിക്കറ്റ് വയ്ക്കുക, അതിനെല്ലാം നമ്മുടെ എല്ലാ ചാനലും കൂടാ. അവർ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലോ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇത് വെറുതെ ഇരിക്കുന്ന ഒരാളിനോ അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യുന്നതല്ല, നാടിന്റെ മന്ത്രിയായ ഉത്തരവാദിത്തം എടുത്തിരിക്കുന്ന ആളിന് അത്തരം എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ആ പണിക്ക് ഇറങ്ങരുത്. അല്ല, അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ വീട്ടിലേക്ക് സമരം ചെയ്യുന്നതിനോ അവർക്കെതിരെ സമരം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവർക്കെതിരെ ചാനലിൽ വന്നിരുന്ന ആളുകൾ അഭിപ്രായം പറയുന്നതിനോ എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങരുത്.
അത് പറയുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ മറുഭാഗം കൂടെ പറയണേ. കോട്ടയത്തെ MLA ആണല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. അത് തിരുവഞ്ചൂർ അതൊരു ന്യായമൊന്നുമല്ല ശ്രീ സുരേന്ദ്രൻ. കോട്ടയത്ത് ഉള്ള ഒരാൾ ഒരു MLA ആ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് മന്ത്രിക്ക് തന്നെയാണ്. ഞങ്ങളുടെ MLA അരിപ്പാട് രമേശ് ചെന്നിത്തലയാണ്. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. എന്നാലും ഞങ്ങൾ അരിപ്പാട് MLA ഇടതുപക്ഷക്കാരൻ. ഞങ്ങളുടെ അരിപ്പാട് ആശുപത്രിയിലോട്ട് ഒന്ന് നോക്കിയാൽ അദ്ദേഹമാണ് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇടപെടുത്തിക്കൊണ്ട് അദ്ദേഹമാണ് മുന്നോട്ട് വന്ന് ഓരോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ തിരുവഞ്ചൂരൊക്കെ എന്താ അത് വേണമെങ്കിൽ ചോദിക്കാം താങ്കൾക്ക്. ഇതുപോലെ ആ MLA-ക്ക് കൂടി ഉത്തരവാദിത്തമില്ലേ? പക്ഷെ അതിനേക്കാളൊക്കെ ഒന്നാമത്തെ ഉത്തരവാദിത്തം മന്ത്രിക്ക് തന്നെയാണ്. ഏത് മന്ത്രിക്ക് ഉത്തരം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ല, അവരെ അങ്ങനെ വല്ലാതെ നോവിക്കുന്നു, അവരെ അങ്ങ് ദുഃഖിക്കുന്നു എന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല. മന്ത്രിയാവാൻ ആരായാലും അതിന് ഏത് പാർട്ടിയുടെ ആളായാലും മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എതിർപ്പുകൾ വരും, എതിർപ്പുകൾ കേൾക്കാനും ഒക്കെ ബാധ്യസ്ഥരായിരിക്കണം. അല്ലാതെ അതിൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. എന്താ പരിധി വിട്ട് എന്താണ് വീണ ജോർജിനെതിരെ പരിധി വിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചു? ഇവിടുത്തെ ഈ പിന്നെ വലത് ഇപ്പോഴും ഈ കോൺഗ്രസ് UDF-ന്റെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേർ എന്ത് കേരളത്തിന് വേണ്ടി കേരളത്തിൽ എന്ത് പ്രശ്നങ്ങൾക്കാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്? ശ്രീ സുരേന്ദ്രൻ, ഇത് UDF ഇരിക്കുന്ന കാലത്തും ഇടതുപക്ഷത്തിന്റെ സമരങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇതുപോലില്ല. കാരണം അവരിരുന്ന സമയത്തും ഉണ്ട്, ഞങ്ങൾ ഈ ഇടതുപക്ഷം ഇരുന്ന സമയത്തും ഉണ്ട്. പക്ഷെ ഇതുപോലെ ആകരുത്. നാലാ വഴിക്കൂടെ ഒരു സ്ത്രീയെ അവരുടെ പ്രായമുള്ള അച്ഛന്റെ അമ്മയെ അത് നമ്മൾ ചാനലുകാർ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ശ്രീ സുരേന്ദ്രൻ അതിനകത്തൊന്നും മനസ്സിലാക്കാറില്ല, അതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഇനി ഏത് ഭരണത്തിലിരുന്നാലും ആര് ഭരണത്തിൽ വന്നാലും അവർ വിമർശനങ്ങൾ കേൾക്കും. വ്യക്തിപരമായി അവരുടെ വീട്ടുകാരെ പറയുക അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. അല്ലാതെ മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കരുതെന്ന് പറയുന്നതിനകത്ത് ഇനി ഏത് ഭരണമായിക്കോട്ടെ, കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നില്ലേ, സംസ്ഥാന സർക്കാരിനെ ഉന്നയിക്കുന്നില്ലേ? ഇനി നാളെ ഇവിടെ വേറൊരു പാർട്ടി വന്നാലോ അല്ലെങ്കിൽ മുമ്പ് ഭരിച്ചിരുന്നപ്പോഴും ഒക്കെ ഉന്നയിച്ചിട്ടില്ലേ? അതൊക്കെ സ്വാഭാവികമാണ്. അല്ല, അത് ചെയ്തോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനായാലും വിമർശിക്കും. ഞാൻ എപ്പോഴും അവർ വിമർശിക്കുന്നത് പിണറായി വിജയനെ നേരിട്ട് വിമർശിച്ചിട്ടുണ്ടല്ലോ. കാരണം എന്തോ ഒരേ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ചാനലിൽ ഇരുന്നുകൊണ്ട് നമ്മളോടൊന്ന് മനസ്സാക്കി വിചാരിക്കുക ഇവരെന്തൊക്കെയായി പറയുന്നത്, എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത്. ഈ ഇവിടെ വെളിയിലോട്ട് ഇറങ്ങി പൊതുബലം നശിപ്പിക്കുമല്ലേ, പൊതുജനം നശിപ്പിക്കുമല്ലേ, വണ്ടി എറിഞ്ഞ് തല്ലുപോലെ ഗവൺമെന്റിന്റെ എല്ലാം നശിപ്പിക്കുമല്ലേ. അതിനൊന്നും നമ്മൾ പറയണം. ഞാൻ പറയുന്നത് ചാനലിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ്. അവരെ കൊണ്ട് രാജിവെച്ചെന്ന് പറഞ്ഞാൽ അടുത്ത ശൈലജയ്ക്ക് വന്ന ഇതേ സ്വഭാവമായിരിക്കും. ഇവർക്ക് ഇപ്പൊ 10 വോട്ട് കിട്ടണം, വേറെ കാര്യങ്ങളൊന്നും അധികാരമില്ലാത്ത ഒരു കാര്യമല്ല അവർ ചെയ്യുന്നത്. ഇപ്പൊ ശൈലജ നാളെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവരുണ്ടാക്കിയ ചെയ്ത കാര്യങ്ങൾ വല്ലതും പറയും. ഇപ്പൊ ഒരു തന്നെ പറഞ്ഞ നിപ്പ വന്നിട്ട് എല്ലാവരും ചത്തത് എത്ര പേര് ചത്തൂടെ? ഒരു പ്രത്യേക നേതാവ് പറയുന്നത് നിപ്പ വന്നിട്ട് ആ വിഷയത്തിൽ അഭിപ്രായം മറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ MLA സതീഷാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ സതീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ കാണുന്നത് പറഞ്ഞാല് നമ്മുടെ മന്ത്രി രാജിവെക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും സംഭവം നടന്നിട്ട് എല്ലാവരും ഇന്നത്തിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. മനസ്സിലായി? നമ്മുടെ വീട്ടിലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതാ, അതറിയാം. അപ്പൊ അവരുടെ വീട്ടിൽ ഈ പറയുന്നവരുടെ വീട്ടിലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അവരെന്ത് പറയും? അവരുടെ വീട്ടിൽ ഇതൊരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ മന്ത്രി കാരണം എന്റെ ഭാര്യ മരിച്ചുപോയത്, അതുകൊണ്ട് എന്തുമായാലും നല്ലതായിപ്പോയി എന്തുമായിരിക്കും ആരും പറയത്തില്ലല്ലോ. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇത്ര മണിക്കൂറായിട്ടേ ഉള്ളൂ. എന്നിട്ട് അമേരിക്കയിലെ കാര്യം പറയുന്നു, അത് പറയുന്നു, ഇത് പറഞ്ഞു, ചിരിക്കുന്നു. ഇതൊക്കെയാണോ ഈ നടക്കുന്ന കാര്യം? ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മന്ത്രിയെ കുറിച്ച് എന്ത് വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? രാജിവെക്കും അല്ലാതെ ഒരു കാര്യമില്ല. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നേരത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് മൊത്തം സമാധാന പ്രതിഷേധമായിരുന്നു സെക്രട്ടേറിയറ്റിന് എന്ന് ചോദിക്കുന്നു. നേരത്തെ വായിച്ചാണ്. ഉണ്ണികൃഷ്ണ ആശമാർ കരഞ്ഞപ്പോൾ വീണയുടെ കണ്ണീർ കണ്ടില്ലല്ലോ എന്ന് ശശിധരൻ പിള്ള ചോദിക്കുന്നു. കുഞ്ഞൂസ് മിച്ചൂസ് 2 മന്ത്രിമാർ വന്നിട്ടും ഒരു ഇഷ്ടിക പോലും എടുത്തു മാറ്റാൻ കഴിയാത്തത് മന്ത്രിമാരുടെ വീഴ്ച തന്നെയാണ് എന്ന് പറയുന്നു. ബിന്ദു OR പറയുന്നു, ബിന്ദുവിൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രതിഷേധം എന്തിനാണ്? കോൺഗ്രസ് പാർട്ടിക്കും ഇതിന് ലക്ഷ്യം അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നത് പറയുന്നു. പരാതിയില്ലെന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് ശശിധരൻ പിള്ള ബിന്ദുവിനോട് മറുപടി ചോദിക്കുന്നു. അടുത്ത ഭരണം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് കഷ്ടമെന്ന് ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നു. VC തോമസ് പറയുന്നു, അവിടുത്തെ ആശുപത്രി വികസന സമിതി അംഗമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നു. തിരുവഞ്ചൂരും അറിയേണ്ടതായിരുന്നു, ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയായിരുന്നു. ഒരാൾ അമേരിക്കയിൽ പോയത് കാരണം ഒരു സ്വസ്ഥതയുമില്ല, വേറെ വല്ലതും പറയൂ എന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. LDF ഭരണം പിടിച്ചതുപോലെയല്ലേ എന്ന് ചോദിക്കുന്നു. അമേരിക്ക ഒരു തെമ്മാടി രാഷ്ട്രം തന്നെയാണ് പ്രദീപ് എന്ന് ഷാജി കണിയാപ്പറമ്പിൽ പറയുന്നു. ജയകുമാർ പറയുന്നു, വെറുതെ ഇരിക്കുന്ന ഗവർണറുടെ പുറത്തു കയറുന്ന ഭരണപക്ഷം അനീതിക്കെതിരെ പറയുന്ന പ്രതിപക്ഷത്തിനെ കുറ്റം പറയാൻ നടക്കുന്നു എന്ന് പറയുന്നു.
വെറുതെ ഇരിക്കുന്ന ഗവർണർ പുറത്ത് കയറുന്നു എന്നാണ് മനസ്സിലായില്ല. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ രണ്ട് പക്ഷവും അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആരുടെയും പുറത്ത് കയറുകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല, പുട്ടടിക്കുക, ലോകം ചുറ്റുക എന്ന് ജലീഷ് ജോൺ പറയുന്നു. അങ്ങനെ ലോകം ചുറ്റി നടക്കുന്ന ഒരു മന്ത്രിയൊന്നും അല്ലല്ലോ വീണ ജോർജ്. പ്രദീപ് ഇന്നലെ വീണ ജോർജിനെ കുറ്റം പറയുന്നു, ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നു എന്തിനാ പ്രദീപിനെ പോലുള്ള അത് വേണ്ട അങ്ങനെ ഒരാളെ മോശമായിട്ട് എഴുതിയേക്കുന്നത്. തോമസ് വികസന സമിതി വിളിച്ചു ചേർത്തിട്ട് കാലം കുറയായെന്ന് ശശിധരൻ പിള്ള പറയുന്നു. നേരത്തെ മന്ത്രിമാർ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്നുണ്ടെന്ന് ലാലൻ എം പറയുന്നു. ദിവാകരൻ പറയുന്നു ജയകുമാർ ഗവർണറിൻ്റെ രോമത്തിൽ തൊടില്ല SFI എന്ന് പറയുന്നത്. അതെന്തിനാണ് ഈ രോമത്തിൽ തൊടുന്ന കാര്യമൊക്കെ ദിവാകരന് പെട്ടെന്ന് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു വികാരം വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ജീവ പ്രദീപ് വടി കൊടുത്ത് അടിമേടിച്ചു എന്ന് പറയുന്നു. മന്ത്രി വാസവൻ പോയത് കിരൺ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. മന്ത്രി വാസവൻ പോയെന്നോ ഇല്ലെന്നോ ഒന്നും ഞാൻ ഇതിൽ എവിടെയും പരാമർശിച്ചിട്ടില്ലല്ലോ ശ്രീ ഷാജി. വികസന സമിതി കൂടുവാൻ ആവശ്യപ്പെടാൻ MLAക്ക് അധികാരമുണ്ടെന്ന് തോമസ് ചൂണ്ടിക്കാണിക്കുന്നു. MA ബേബി പ്ലീസ് റിമൂവ് ദിസ് എൻറ്റയർ മിനിസ്ട്രി ആൻഡ് ബ്രിങ് ന്യൂ ഫേസസ് എന്ന് ദിവാകരൻ പറയുന്നു. തിരുവനന്തപുരത്ത് 2016 മുമ്പ് നടന്ന സമരമെല്ലാം ന്യായമായിരുന്നോ? വൈറ്റ് പെയിൻ്റ് അടിക്കുമ്പോൾ പുറകോട്ട് നോക്കണ്ടേ എന്ന് ശശിധരൻ പിള്ള. ജോസ് ഫിലിപ്പ് പറയുന്നു മന്ത്രി രാജിവെക്കരുത്, എന്നാലേ കിറ്റ് വാങ്ങി. ഇന്നലെ മന്ത്രി വാസവനും കളക്ടറും സൂപ്രണ്ടും ഇന്നലെ ആ വീട്ടിൽ പോയിരുന്നു. സംസ്കാരത്തിന് ശേഷം ആ വീട്ടിൽ പോയത് അറിഞ്ഞില്ലേ എന്നൊക്കെ ദിലീപ് കുമാർ ചോദിക്കുന്നു. അങ്ങനെ അറിഞ്ഞില്ല, പോയില്ല എന്ന് പറയുന്നത് നമ്മൾ തന്നെ അത് ലൈവായി സംപ്രേഷണം ചെയ്താണ് മന്ത്രി പോയതുമൊക്കെ. മുമ്പ് ഒരാൾ പറഞ്ഞു റോഡ് മോശമായാൽ ഗതാഗത മന്ത്രി രാജിവെക്കണമെന്ന്. എന്ത് വിവരമാണ് വിളിച്ച ആൾക്ക്? സമരഭയത്തോടെ വിജയൻ സർക്കാർ എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഒരു ചാനലും അതിൻ്റെ പോളിസിയും CPMന് അനുകൂലമായ നിലപാടുള്ള ചാനലാണ് എന്ന് പറയുന്നു. കോട്ടയം അത് ഏത് ചാനലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് മന്ത്രി വാസവൻ്റെ മണ്ഡലത്തിലാണ്, അത് പറഞ്ഞ് തിരുത്തണം എന്ന് പറയുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇന്ന് ഞാൻ ഓച്ചിറ PHCയിൽ പോയി എൻ്റെ ടോക്കൺ നമ്പർ 328, ഇത്രയും രോഗികൾ അവിടെ വരുന്നു, ചികിത്സ നടത്തുന്നു എന്ന് ദിലീപ് കുമാർ പറയുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക PHCയിലുമൊക്കെ ഓച്ചിറ PHCയിൽ എൻ്റെ നാട് കൂടിയാണ്, ഞാനും പോയിട്ടുള്ളതാണ്. അവിടെ നിരവധി രോഗികളൊക്കെ ഉള്ള മികച്ച കെട്ടിടമൊക്കെ ഉള്ള സംവിധാനവും ഡോക്ടർമാരൊക്കെ ഉള്ള സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. ജലീഷ് ജോൺ പറയുന്നു സാറേ റോഡുകളുടെ തകർച്ച ഒരു ചർച്ച വെക്കണം എന്ന് പറയുന്നു. ജലീഷ്, നമ്മൾ റോഡുകളുടെ തകർച്ച നിരവധി തവണ ചർച്ച വെച്ചാണ്. ഇപ്പോൾ സജീവമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് സമകാലിക വിഷയങ്ങൾ അതായത് ദിവസം വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെ നമ്മൾ എടുക്കുന്നത്. ശ്രീ സതീഷ് പറഞ്ഞു. ശ്രീ ഷമിത്താണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ഷമിത്ത്, താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ശ്രീ ഷമിത്ത് കേൾക്കാമോ? പറഞ്ഞോളൂ. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ പേയ്മെന്റ് ഒരു താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ല. ശ്രീ ഷമിത്ത്, താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ല. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, ഈ മന്ത്രിയുടെ രാജി ആവശ്യം അതൊരു പൊളിറ്റിക്കൽ ആവശ്യമൊക്കെയാണ്, അത് എന്ത് തീരുമാനം എടുക്കുന്നത് രാഷ്ട്രീയ തീരുമാനം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നതിനല്ലേ പ്രാധാന്യം നൽകേണ്ടത്? നമസ്കാരം. ഇത് ഞാൻ 3 പ്രാവശ്യമാണ് ഈ വിഷയം ചർച്ച ചെയ്യാനല്ലേ? അതെ, 3 പ്രാവശ്യമാണ്. പക്ഷേ ഇപ്പോ ഈ അവസരത്തില് ജനാധിപത്യ രാജ്യമുള്ള നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളെ ജനാധിപത്യം വിശ്വസിക്കുന്ന ആൾക്കാർ, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ആരായാലും ഒരു സ്ത്രീയുടെ മാനവസ്ഥ മനസ്സിലാക്കണം. ഇന്നലെ പറഞ്ഞു അവരൊരു സ്ത്രീയാണ്. അവർ മന്ത്രിയോ MLA വിചാരിച്ചതിന്റെ കൂടെ ഈ കാണുന്ന ഇത്രയും കടലുകൾ കിടക്കുന്ന ഓരോ ഹോസ്പിറ്റലായാലും എന്റെ വീടായാലും ഏത് സ്ഥാപനമായാലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളെ ഓരോ കാര്യത്തിനും നികുതി പണം പിരിച്ച് പറിക്കുകയാണ്. ഒരു വണ്ടി ഇറക്കിയാലും വീട് വെച്ചാലും ഒണ്ടേൻ ടാക്സും കാര്യങ്ങളും എല്ലാ ഫണ്ടും വരുന്നു. അപ്പൊ അത് ചെയ്യേണ്ട 60 വർഷമായ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മളെല്ലാവരും കോൺഗ്രസും കണ്ടവരാണ്, എല്ലാവരും കണ്ടു. BJP ഇവിടെ വന്നത് അവർ ഭരണം എടുത്തിട്ടില്ല, അവർക്ക് വേണ്ട അധികാരവും ഇല്ല. പക്ഷേ നമ്മളെ ആരോഗ്യ മേഖലയിൽ ഇപ്പൊ രാജിവെച്ചിട്ട് എന്ത് നേട്ടം ഒന്നും നേടാനില്ല. ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനും ക്രമസമാനം പ്രശ്നം ഉണ്ടാക്കാനും ഈ കുറെ പിള്ളേർ അടിച്ചു പൊട്ടിക്കാനും അല്ലാതെ ഒരു പരിഹാരം കാണുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് മനസ്സിലാക്കണം. പക്ഷെ ഞാൻ വീണ്ടും ഇന്നും ക്ഷമിക്കണം, നമ്മളെ ആരോഗ്യ മേഖലയിൽ ചെയ്യുന്ന നമ്മളെ നേരത്തിന് ഈ മേഖല വളരെ മോശമാണ്. കാരണം തുടക്കം മുതലേ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അവർ പെട്ടുപോയി. ഒരു ജോലി ഏൽപ്പിച്ച് അവർ ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിന്റെ വിവരമുണ്ട്, എല്ലാം ഉണ്ട്, നല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയുമാണ് എല്ലാവരും. പക്ഷെ അവരിത് വന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ കേൾക്കേണ്ടി വന്നു. നല്ല കുടുംബത്തിൽ പറഞ്ഞത് ചീത്ത കുടുംബത്തിൽ പറഞ്ഞത് എന്നൊന്നുമില്ല. എല്ലാവരും നല്ല കുടുംബത്തിൽ തന്നെ പിറക്കുന്ന ആളുകളാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്നയാളുടെ കുടുംബം നല്ലത് മറ്റയാളുടെ മോശം എന്നൊരു അവസ്ഥയില്ല. അതൊരു നമ്മുടെ തെറ്റായ സങ്കല്പമാണ് ശ്രീ ശിവദാസൻ. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക്.
മന്ത്രിയുടെ രാജിയാണോ പരിഹാരം എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ശ്രീ ഷാജിയാണ് കൊല്ലത്തു നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം കിരൺ. നമസ്കാരം, പറഞ്ഞു. അല്ല, മന്ത്രി രാജിവെക്കണോ എന്നുള്ള ചോദ്യം ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അത് UDF ഉയർത്തിക്കോട്ടെ. അവർ ഇതിനു മുമ്പ് ചെമ്പും പൊക്കിക്കൊണ്ട് നടന്ന് രാജിവെക്കണമെന്ന് പലരോടും പറഞ്ഞു. കുറെ അടി മേടിച്ചു പിരിഞ്ഞു എന്നുള്ളതല്ല, ഇതും അതുപോലെ പര്യവസാനിക്കും. അവർ പരമാവധി വരുന്ന തിരഞ്ഞെടുപ്പ് വരെ ഇത് ലൈവായിട്ട് നിർത്താനാണ് ശ്രമിക്കുന്നത്. അതായത് അതിനപ്പുറത്തേക്ക് യാതൊരു ബാധ്യതയില്ല ഇതിനകത്ത്. പിന്നെ 2-3 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഇതിനെ ബേസ് ചെയ്തുള്ള ചർച്ചയാണല്ലോ. ഞാൻ ശ്രമിച്ചു, കിട്ടിയില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഒന്ന് പറയാനുള്ള സമയം എനിക്ക് തരണം. അതായത് പലരും വന്ന ഈ കേരളത്തിലെ ഈ ചരിത്രത്തിൽ ഏറ്റവും കഴിവുകെട്ട വൃത്തികെട്ട ആരോഗ്യമന്ത്രിയാണ് ഇതെന്നൊക്കെ പ്രയോഗങ്ങളൊക്കെ നടത്തി. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 5/5/2016 ബിജു രമേശ്, സാക്ഷാൽ അടൂർ പ്രകാശിന്റെ അളിയൻ, ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രിയെ കുറിച്ച്. അതായത് മന്ത്രിയുമായിട്ടുള്ള ഡീലിന്റെ ഫലമായിട്ട് 15 കോടി കൊടുത്തതിന്റെ പ്രതിഫലം ഉണ്ടാകാത്ത കാരണം ഒരു മരുന്ന് കമ്പനിയുടെ ആൾക്കാർ അദ്ദേഹത്തിന്റെ മകളെ ദില്ലിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്നും അവസാനം അവിടെ ഒരു IG പോയി അത് സെറ്റിൽ ചെയ്തെന്നും പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. യൂട്യൂബിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം EDയുടെ അന്വേഷണം നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വത്ത്. ചെറിയ സംശയം അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ബിജു രമേശ് ഉന്നയിച്ചത് എത്ര വർഷം മുമ്പാണ്? അതാ ഞാൻ ഡേറ്റ് പറഞ്ഞല്ലോ, 5/5/2016 ആണല്ലോ. അതിനുശേഷം കേരളം ഭരിച്ചതാരാണ്? ഞാൻ പറയട്ടെ, അതിനുശേഷം കേരളം ഭരിച്ച സർക്കാരിന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ കുറ്റക്കാരനാണെങ്കിൽ അതിൽ ആ മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ ആ സർക്കാരും അതിൽ പങ്കാളികളാണെന്ന് പറയേണ്ടി വരില്ലേ? ഞാൻ പറഞ്ഞതിന്റെ കാരണങ്ങളും കൂടെ പറയാനുള്ള. അല്ലല്ല, താങ്കളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ സ്ഥിരമായി ഇങ്ങനെ ഇത്തരത്തിൽ കുത്തിപ്പൊങ്ങുന്ന ആരോപണങ്ങളുണ്ട്. എന്താ ഈ ഒരു സർക്കാർ 9 വർഷം ഭരിച്ച സർക്കാർ നടപടി എടുത്തുകൂടായിരുന്നു? എന്താ നടപടി എടുക്കാറുന്നത്? അപ്പൊ ഈ സർക്കാരിനും അതിലെന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെന്ന് വെച്ചോ. അല്ല, അല്ലെങ്കിൽ പിന്നെ ആരോപണം പറയാൻ അർഹതയില്ല. അങ്ങനെ ഒരു ആരോപണം പറയാൻ അർഹതയില്ല. പണ്ട് നടന്ന കേട്ട ഒരു കഥ എനിക്കോ നിങ്ങൾക്കോ അറിയില്ല ശരിയാണോ എന്ന്. ഒരാൾ ബിജു രമേശ് പറഞ്ഞ കഥ, അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അതിനുശേഷം സർക്കാരല്ലേ? അവരന്വേഷിച്ച് നടപടി എടുത്തോ? ഇല്ലല്ലോ. കേരള ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട നാണം കെട്ട ആരോഗ്യമന്ത്രിയാന്ന് പറഞ്ഞാൽ അത് പറയാമോ? ശരി, ഞാൻ ചോദിച്ചാൽ താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എടുത്ത് ഉന്നയിക്കുമ്പോൾ പണ്ട് ബിജു രമേശ് ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ അതിനുശേഷം വന്ന മന്ത്രിസഭ അന്വേഷിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ മന്ത്രിസഭയ്ക്കാണ്. UDF കൺവീനറുടെ അളിയനാണ് ആരോപണം ഉന്നയിച്ചത്. അതെന്തോ ആയിക്കോട്ടെ, അതിനുശേഷം ഭരിച്ചതാരാണ്? അല്ല, അത് പിന്നെ അവിടെ ആ ഭരിച്ച സർക്കാർ എന്താണ് ഇത് അന്വേഷിക്കാതിരുന്നത്? ഈ ഇവരുടെ ഭരിച്ച സർക്കാരിന്റെ അളിയനോ വല്ലോ ആണോ ഈ VS ശിവകുമാർ? അല്ലല്ലോ. ആരാ? എന്താ അതിനുശേഷം 9 വർഷമല്ലേ അന്വേഷിക്കാഞ്ഞത്? അയാളുടെ സ്വത്തുവകകൾ. അതല്ലല്ലോ ഈ താങ്കൾ പറഞ്ഞ ആരോപണം അന്വേഷിച്ചോ? താങ്കൾ പറഞ്ഞ ആരോപണത്തിലൊക്കെ പറയുന്നല്ലോ, വലിയ ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ പറയുന്നല്ലോ. ആ ഉദ്യോഗസ്ഥനൊക്കെ ഏത് നിലയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ എനിക്ക് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഏത് ഉദ്യോഗസ്ഥനെ എനിക്കറിഞ്ഞൂടാ. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ ആരോപണം ഉന്നയിക്കരുത്. അല്ല, താങ്കൾ ഏത് ഉദ്യോഗസ്ഥനെ ഉദ്ദേശിച്ചാണ് ബിജു രമേശ് പറഞ്ഞതെന്ന് എന്തായാലും സാധാരണപ്പെട്ട ഒരുപാട് ആളുകൾക്കൊക്കെ അറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ആരോപണം ഉന്നയിച്ച ഞാനല്ല. എന്തിനാ ആ ആരോപണം താങ്കൾ ഉന്നയിക്കുന്നത്? ഈ സർക്കാരിന് നേരെയല്ലേ? ഇടതുപക്ഷ പ്രവർത്തനായ താങ്കൾ ഉന്നയിക്കുന്നത് ഈ സർക്കാരിന് നേരെയല്ല. അങ്ങനെയൊക്കെ ആരോപണം ഉണ്ടായിട്ട് ഈ സർക്കാർ അന്വേഷിച്ചില്ലെന്നല്ലേ വരുന്നത്? അതല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറയുന്നതിന്റെ ആംഗിളിൽ ഞാൻ പറഞ്ഞോട്ടെ. അത്രയും കഴിവുള്ള മന്ത്രിമാര് ഇരുന്ന ഈ കസേരയിലാണ് വീണ ജോർജ് ഇരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതൊരു കുറവാണെങ്കിൽ ആ കുറവ് ഞങ്ങൾ സ്വീകരിച്ചു. ഇങ്ങനെ ആരോപണങ്ങൾ നേരിടാത്ത മന്ത്രിയാണ് വീണ ജോർജ്. ഒരു കുറവാണെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ചു. ശ്രീ ഷാജി, അത് നിങ്ങൾ സ്വീകരിക്കല്ല. ഞാൻ പറയുന്നത് ഏത് പാർട്ടിക്കാരായാലും ആ പാർട്ടിയുടെ മന്ത്രിയെ ന്യായീകരിക്കും, അതൊക്കെ ശരിയാണ്. അത് സ്വീകരിച്ചു, അത് കുഴപ്പമില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അല്ല, ഞാൻ അതല്ല പറഞ്ഞേ. ഞാൻ അന്വേഷിച്ചെന്നോ അത് ശരിയാണെന്നോ ബിജു രമേശ് ഉന്നയിച്ച ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആരോപണം പറയുന്നത് ഒരാളൊരു ആരോപണം ഉന്നയിച്ചിട്ട് ആ ആരോപണത്തിനകത്ത് തെറ്റാണെന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ ഈ സർക്കാർ അന്വേഷിക്കാറുണ്ട്. അല്ലെങ്കിൽ രണ്ട് കാര്യത്തിലാണ് അന്വേഷിക്കാതിരിക്കേണ്ടത്. ഒന്നുകിൽ ബിജു രമേശിന്റെ ആരോപണം തെറ്റാണെന്ന് ഈ സർക്കാരിന് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ ബിജു രമേശിനെ ഉന്നയിച്ച ആരോപണം അന്വേഷിച്ചാൽ ഈ സർക്കാരിന് എന്തെങ്കിലും കുഴപ്പം വരും. ഈ രണ്ട് കാരണത്താലേ അന്വേഷിക്കാതിരിക്കത്തുള്ളൂ. ഈ ഒരു ആരോപണം ഉന്നയിച്ചത് എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ തെറ്റാണെങ്കിൽ അവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാറുണ്ട്. അതും പറയാത്ത എന്താ നിങ്ങൾ? അതിനുശേഷം സർക്കാരിൽ ഇത് അന്വേഷിക്കേണ്ടത്. ഒരു അഴിമതി 15 കോടിയുടെ അഴിമതി പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? അല്ല, സർക്കാർ ഇതൊക്കെ എല്ലാ സർക്കാരുകളുടെ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്നയിക്കാറുണ്ട്. ഇതിന് പകരം താങ്കൾക്ക് ഈ പറഞ്ഞ ബാക്കി ന്യായങ്ങളൊക്കെ ശരി രാഷ്ട്രീയമായി. താങ്കൾ ഇപ്പോൾ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല.
ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കൊതിഞ്ഞോണയും പറയുക എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. എന്താ കൊതിയെന്നാണേ? അത് നിങ്ങളാ പറയുന്ന കൊതിയെന്നാണേ? അല്ലാതെ പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ ആരോപണം ഉന്നയിച്ചിട്ട് ഈ ആരോപണത്തിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊതിയെന്നാണാവുന്ന എങ്ങനെയാ? പിന്നെ എങ്ങനെയാണ്? ശ്രീ ഷാജി തന്നെ പറയൂ, ഈ ആരോപണം താങ്കൾ 8 വർഷം മുമ്പ് വന്ന ആരോപണം, അല്ല 10 വർഷം മുമ്പ് വന്ന ആരോപണം, ആ ആരോപണത്തിൽ ഒരു അന്വേഷണം നടത്തിയില്ല. 15 കോടിയുടെ അഴിമതി ആരോപണമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്, മറ്റൊരാൾ പറഞ്ഞതിന്റെ പേര്. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല. അന്വേഷിച്ചില്ല എന്നുള്ളതല്ല. അന്വേഷിച്ചില്ല പ്രശ്നം. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളത് വിഷയമല്ലേ? ഞാൻ പറയുന്നതിന്റെ ആംഗിളിൽ ഞാനത് പറഞ്ഞോട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ. ഞാൻ പറഞ്ഞ ഇതാണ്, ഈ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കാൻ പോലും അവസരം കൊടുക്കാത്ത ഒരു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉള്ളപ്പോൾ അതൊരു ന്യൂനതയാണെങ്കിൽ ആ ന്യൂനത ഞങ്ങൾ സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. ശരി, ഇതിനകത്ത് പറയാൻ വീണ ജോർജിന്റെ ചെയ്ത കാര്യത്തിൽ പറയാൻ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് ശ്രീ ഷാജി. ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് പ്രതിരോധിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും കാലത്ത് വന്ന ആരോപണം, അത് തങ്ങളുടെ ഒരു മുന നമ്മളുടെ ദേഹത്ത് കൂടി തിരിയുന്ന ആരോപണം ഉന്നയിച്ചല്ല ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടത്. ശ്രീ അബ്ദുൽ ഖാദറാണ് കോഴിക്കോട് നിന്നും. ശ്രീ അബ്ദുൽ ഖാദർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മന്ത്രിയുടെ രാജി എന്നത് രാഷ്ട്രീയ ആവശ്യമാണ്, പക്ഷേ മന്ത്രിയുടെ രാജിയേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതല്ലേ? ഹലോ നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. ഈ ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ആവശ്യം ഇവിടെ 58 ലക്ഷം ആൾക്ക് മറ്റേ പെൻഷൻ കൊടുക്കുന്നത്. ഈ പെൻഷൻ കൊടുക്കരുത്, അത് എലക്ഷൻ സെന്റാണെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരാ അല്ലേ? അവരെ വോട്ട് തന്നെ അവർക്ക് ഇവിടെ തന്നെ കേരളത്തിൽ ഇനി വേറെ ഇവിടെ ചെയ്യാൻ തന്നെ കിട്ടൂല. എത്രയോ പാവങ്ങൾ ഇതിലുള്ളവരുണ്ട്, പല പാർട്ടിയിലുള്ളവരുണ്ട്, വാങ്ങുന്നുണ്ട്. പിന്നെ അതിന് ഗവർണർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ നീങ്ങുന്നില്ല. ഒരു കോൺഗ്രസ്സുകാർ നീങ്ങുന്നുണ്ടോ? ഗവർണറെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ടോ? മന്ത്രി അപകടം ഉണ്ടായവിടുന്ന് അവിടെ ഓടി വരാൻ പെട്ടെന്ന് ഓടിയെത്താൻ കഴിയൂലായിരിക്കെങ്കിലും ആർക്കും കഴിയില്ല പെട്ടെന്ന് ഓടിയെത്താൻ. അതാത് സന്ദർഭങ്ങളിൽ എവിടെ ആയിരിക്കും, അവര് ഏതെല്ലാം മൂലക്കായിരിക്കും എന്ന് പറയാൻ പറ്റൂ. മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാണ്ട് അവര് വേണ്ടത് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഈ ഉണ്ടാക്കി കൊടുത്തുള്ള എത്ര കുറച്ചായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പിന്നാമ്പുറം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിനീയർ ആരാണ്, ഏതാണെന്നുള്ളത് നോക്കി വെക്കേണ്ടി വരും അല്ലേ? അല്ലാതെ വെറുതെ അടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആൾ കൂടിയാണ് ശ്രീ അബ്ദുൽ ഖാദർ മന്ത്രി. അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഉള്ള ആളാണ് മന്ത്രി. അതെ, അതാണ് പറഞ്ഞത്. ശരി, ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, ഈ മന്ത്രിയുടെ രാജിയേക്കാൾ ആവശ്യം അത് പൊളിറ്റിക്കലായ ഒരു ആവശ്യം, അത് നടക്കട്ടെ അവിടെ. പക്ഷേ ഏറ്റവും പ്രധാനം ഈ സിസ്റ്റത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന പോലെ വീഴ്ചയില്ലെങ്കിൽ അത് ജനത്തെ ബോധ്യപ്പെടുത്തുക, അതല്ലേ പ്രധാനം? നമസ്കാരം. നമസ്കാരം. ഒരു കാര്യം പറയാം. ഈ നേരത്തെ ഒരാൾ പറഞ്ഞാണ് അത്, അതായത് നല്ല തറവാട്ടിൽ പിറന്നാണ് ആരോഗ്യമന്ത്രി എന്നാ പറയുന്നത് വീണ ജോർജ്. ഇപ്പൊ 2 തരം പൗരന്മാരുണ്ടോ? അപ്പൊ കിരൺ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്, അത് ഞാൻ കേട്ടു. പക്ഷെ ഒരു മാർക്സും ഏംഗൽസും ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും പറയാത്ത ഇത്ര അന്ധത ബാധിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാള്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ വേറെ ആളെ പറഞ്ഞിരിക്കുന്നത് UDF-കാർക്ക് പണിയില്ലേണ്ട സമരം ചെയ്തെന്ന്. അപ്പുറത്ത് രാജ്ഭവന്റെ മുമ്പിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ DSA-ക്കാരും SFI-ക്കാരും കൊടുമ്പിരി കൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുക. അത് കാണില്ലേ? സമരത്തെ ഇതിന്റെയൊക്കെ ഭരണത്തിന്റെ ഭാഗമാണ്, ഒരു നാണയത്തിന്റെ 2 ഭാഗമാണ്. പിന്നെ സമരം ചെയ്ത് തോൽപ്പിക്കാൻ ഈ CPM-കാരെ സാധിക്കില്ല. കാരണം സമരത്തിന്റെ ആശാന്മാരാണ് അവര്. സമരം ജയിപ്പിക്കാനും പൊളിപ്പിക്കാനും അവർക്ക് അസലായിട്ട് അറിയാം. അപ്പോൾ കാരണം ഈ സമരമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അത് നിന്നോളൂ, അത് വേറെ കാര്യം. പിന്നെ ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ പലരും പറഞ്ഞ് വോട്ടിന്റെ ഇതൊക്കെ, അതൊക്കെ അങ്ങനെ തന്നെ, അത് തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ ഉണ്ടാവുന്നത്, അത് സംശയമില്ല. പിന്നെ നല്ല ആശുപത്രികളുണ്ട്, ചില മോശം. പിന്നെ ഈ വേറൊരു കാര്യം, ഈ ബ്യൂറോക്രസിയും ഡെമോക്രസിയും, ഈ ഡെമോക്രസിയുടെ താഴെ നിൽക്കുന്നതാണ് ബ്യൂറോക്രസി. ഇപ്പൊ ഈ ബ്യൂറോക്രാറ്റുകൾ കുറെ എണ്ണം ഉണ്ട്, അവർ കുറെ തെറ്റിദ്ധരിപ്പിക്കലും മന്ത്രിമാരെ നടത്തുന്നുണ്ട്. എല്ലാം മന്ത്രിമാരെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല, എല്ലാവരും ഓടിയെത്താൻ സാധിക്കില്ല. പക്ഷെ പിന്നെന്തെങ്കിലും ശമ്പളം കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഇടയം മുരളിയാണ്. ശ്രീ ഇടയം മുരളി, താങ്കൾ എങ്ങനെയാണ് ഇത്തരം വിഷയത്തെ സമീപിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിന് അടിസ്ഥാനപരമായ ഏതാനും ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു തീർക്കാനുള്ള സമയം സാറ് തന്നെങ്കിലേ അത് പറയാൻ പറ്റും. ചുരുക്കി പറഞ്ഞോളൂ. നമ്മളെ സാധാരണ ജനങ്ങൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോഴേ അവിടെ വളരെയേറെ ശ്രദ്ധയോടെ വകുപ്പ് മന്ത്രി സദാസമയം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നില്ല. എല്ലാം അതായത് ജനങ്ങൾക്ക് സേവനങ്ങളും സഹായവും നൽകേണ്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം വിശ്വാസത്തിലെടുത്ത് ചെയ്യുന്നതാണ് മന്ത്രിക്ക് ഈ വീഴ്ചകൾ പറ്റുന്നത്, ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതും. പിന്നെ മെഡിക്കൽ കോളേജിലെ ICUവിൽ തീപിടുത്തം ഉണ്ടാകുന്നത്, മരുന്ന് സംരക്ഷണ കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്,
പിന്നെ ഓപ്പറേഷൻ സർജറി ഇടയ്ക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ കത്രിയിട്ട് തുന്നിക്കെട്ടുന്നു. ഇങ്ങനെയുള്ള എത്രയോ പ്രശ്നങ്ങൾ ഈ ആരോഗ്യ സംവിധാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്, ആശുപത്രികളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോ അതിന്റെ കൂട്ടത്തില് ശരി പ്രശ്നവും. മുരളി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഫാദർ സാമുവൽ കൂടിയുണ്ട് നമ്മൾക്കൊപ്പം. ഫാദർ സാമുവൽ കോഴിക്കോട് നിന്നാണ്. അദ്ദേഹം ഇന്നലെയും നേരിട്ട് വിളിച്ചുമൊക്കെ പരാതി പറഞ്ഞതാണ്, അദ്ദേഹത്തിനെ കിട്ടുന്നില്ല. എന്തായാലും ശ്രീ ഫാദർ സാമുവൽ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ മന്ത്രിയുടെ രാജി എന്ന പൊളിറ്റിക്കൽ ആവശ്യം ഒരു വഴിക്ക്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, ഇല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അതല്ലേ പ്രധാനം? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ലൈന് കിട്ടിയ സന്തോഷം. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട മന്ത്രി രാജിവെക്കണോ വേണ്ടെന്ന് അവരെ മനസാക്ഷിക്കനുസരിച്ച് അവര് തീരുമാനിക്കട്ടെ. രണ്ടാമത്, ഈ പ്രക്ഷോഭം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം മന്ത്രിക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മന്ത്രി അത് ഏറ്റുപറയുവാനുള്ള സന്മനസ്സുണ്ടായിരിക്കണം. എന്റെ ഭാഗത്ത് വീഴ്ച വന്നിരിക്കുന്നു, ചില കാര്യങ്ങൾ ഞാൻ ശരിക്കും മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചത്. ഒന്നത്. രണ്ടാമത്, ആ ഭവനത്തിലേക്ക് മന്ത്രി ഉടനെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കണം. അതാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്തം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായാലും മറ്റ് മന്ത്രിമാരായാലും അവർ ജനങ്ങളോടൊപ്പമായിരിക്കണം. അവിടെ കഷ്ടങ്ങളിൽ അവരോടൊപ്പം ഇരിക്കണം. അതാണ് സിമ്പതി എന്ന് പറയും. സിമ്പതി അല്ല, ദൂരം അനുശോചനം അറിയിക്കല്ല, അവിടെ കൂടി ഇരുന്ന് അവര് ആ ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴാണ് അത് ഇമ്പതിയായി തീരുന്നത്. അതാണ് ഇന്ന് ജനത്തിന് ആവശ്യമായിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അവര് തെറ്റ് തിരുത്തി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. ഫാദർ, താങ്കളുടെ വിലയേറിയ അഭിപ്രായം വളരെ വിലമതിക്കുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.